عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നമ്മുടെ ഉസ്താദുമാർ, മാതാപിതാക്കൾ, ഭാര്യസന്താനങ്ങൾ, സ്നേഹിതന്മാർ, സഹപാഠികൾ, ഈ മജ്ലിസ് സംഘടിപ്പിച്ചവർ, ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ സഹോദര സഹോദരിമാരെയും കിതാബോധി പഠിക്കുന്ന കാലത്തും ഇപ്പോഴും നമുക്കൊരുപാട് ഉപകാരങ്ങൾ ചെയ്തു തന്ന വിവിധ നാടുകളിലെ സഹോദര സഹോദരിമാർ, ചെലവ് കൂട്ടുകാർ എല്ലാവരെയും അള്ളാഹു പൊരുത്തപ്പെട്ട അവൻ്റെ ഇഷ്ടദാസന്മാരായ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ അപാകതകളും അള്ളാഹു പൊരുത്തപ്പെട്ടു തരുമാറാവട്ടെ. ഇനിയുള്ള ജീവിതം അവൻ്റെ ത്വാഅത്തിലും പൊരുത്തത്തിലുമായി മരണം വരെ ഇൽമു കൊണ്ട് സുഖലായ ഒരു ജീവിതവുമായി അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദീർഘമായൊരു പ്രഭാഷണം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നേക്കാൾ അറിവുകൊണ്ടും എല്ലാ നിലക്കും പ്രഗത്ഭരായ ആളുകൾ ഈ സ്റ്റേജിൽ തന്നെ ഇരിക്കുകയാണ്. അവരുടെ മുമ്പിൽ പ്രസംഗിക്കുന്നതിൻ്റെ അനൗചിത്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. ബാഖവി ഉസ്താദ് നിർബന്ധം പിടിച്ചപ്പോൾ ഒരുപാട് ആലിമീങ്ങളുള്ള സദസ്സാകുമെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഞാൻ തന്നെയാണ് ഇവിടുത്തെ വലിയ ഖുറൈശി എന്ന് കാണുന്നിടത്തെ ഞാൻ പ്രസംഗിക്കലാണ്. ഇവിടെ ഒരുപാട് ആലിമീങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തിനാ പറയുക അവരോടും? ഞാൻ ഉപദേശിക്കുന്നതൊന്നും ഈ ആലിമീങ്ങളോടല്ല. സാധാരണക്കാരായ കുറെ സഹോദരിമാർ, സാധാരണക്കാരായ ആളുകൾ, അവരോടാണ്. ആലിമീങ്ങളോട് ഇതൊന്നും പറയാൻ ഞാൻ അർഹനുമല്ല. അവർ ഇതിനേക്കാൾ കൂടുതൽ ഈ വിഷയങ്ങൾ ബയാൻ ചെയ്യാൻ കഴിവുള്ളവരുമാണ്. നമ്മെ എല്ലാം അല്ലാഹു നാഫിയായ ഇൽമു കൊണ്ട് ഉയർത്തി തരുമാറാവട്ടെ. ഒരു റാത്തീബിന്റെ ദിക്റിന്റെ മജ്ലിസാണല്ലോ ഇത്. മനുഷ്യരായ നാം പലതരത്തിലുള്ള പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്നവരാണ്. കഷ്ടതകൾ അനുഭവിക്കാത്ത, പ്രയാസങ്ങൾ അനുഭവിക്കാത്ത ഒരു മനുഷ്യനും എവിടെയുമില്ല. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് സർവ്വ മനുഷ്യരും. പല പരീക്ഷണങ്ങൾക്കും വിധേയമായവരാണ് മനുഷ്യർ. ഈ പ്രപഞ്ചത്തിലെ ജീവിതം തന്നെ ഒരു പരീക്ഷണാലയമാണ്. ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. പല സ്ഥലങ്ങളിൽ അല്ലാഹു ആ കാര്യം സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ ജീവിതവും മനുഷ്യന്റെ അവസ്ഥകളുമൊക്കെ ഒരു പരീക്ഷണാലയത്തിൽ കഴിഞ്ഞുകൂടുകയാണ് നാം. നമ്മുടെ ജീവിതവും ജനനവും മരണവും എല്ലാം ഒരു പരീക്ഷണത്തിന് വിധേയമാണ്. ഏതെങ്കിലും തരത്തിൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും നേരിടാത്ത ഒരു മനുഷ്യനുമില്ല. പക്ഷേ പലരും ഈ പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോ അവർ ധരിച്ചു വച്ചിരിക്കുന്നത് എന്തോ കുരുത്തക്കേടുകൾ ചെയ്തതിന്റെ പേരിലാണ്, വേണ്ടാത്തരം ചെയ്തതിന്റെ പേരിലാണ് ഈ കഷ്ടതകൾ നമുക്ക് വന്നു ഭവിക്കുന്നത് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഇപ്പൊ പള്ളിയിൽ നിന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് പുറത്തോട്ട് വന്നപ്പോ, നമ്മൾ ഖുർആൻ ഓതലൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, എടാ ഇന്ന ആള് റോട്ടിലേക്ക് ചെന്നപ്പോ അയാള് സൈക്കിൾ ഇടിച്ചങ്ങ് വീണുപോയി. അപ്പൊ ആ പള്ളിയിൽ ഇറങ്ങി വരുന്ന മറ്റുള്ളവർ പറയാണ്, അതവന് കിട്ടേണ്ടത് തന്നെയാണ്.
എന്താ അവനെന്താ കുറച്ച് സമയം ഇവിടെ നിന്ന് ഖുർആൻ ഓതിയിട്ട് പോയാൽ പോരെ? ഓൻ സലാം വീട്ടിയ ഉടനെ തന്നെ ഓടിയത്, അതുകൊണ്ടാ സൈക്കിൾ ഇടിച്ചത്. അപ്പൊ എന്തോ കുരുത്തക്കേട് ചെയ്തിട്ടാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്, വിഷമങ്ങൾ സംഭവിക്കുന്നത് എന്ന ഒരു ധാരണ നമുക്കുണ്ട്. പലരും പലരുടെയും സംസാരത്തിൽ അത് തെളിയാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. എല്ലാ മനുഷ്യരും എന്തെങ്കിലും തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയരാണ്. പക്ഷേ ആ പരീക്ഷണങ്ങൾ മനുഷ്യൻ ചെയ്ത തെറ്റിന്റെ പേരിൽ മാത്രമല്ല. തെറ്റിന്റെ പേരിലും ഉണ്ടാവാം, തെറ്റിന്റെ പേരിൽ മാത്രമല്ല. അതുകൊണ്ട് വേവലാതിപ്പെടരുത്. എന്ത് പരീക്ഷണങ്ങൾ വന്നാലും മനുഷ്യൻ വേവലാതിപ്പെടരുത്. മനുഷ്യൻ വേവലാതിപ്പെടാറുണ്ട്. എന്തിനാണ് പടച്ചവനെ നീ എന്നിട്ട് ഇങ്ങനെ ഇടങ്ങാറാക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ കള്ളു കുടിച്ചിട്ടില്ല, വ്യഭിചരിച്ചിട്ടില്ല, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നു, റാത്തീബിൽ പങ്കെടുക്കുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, പിന്നെ എന്തിനാണ് നീ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്ന് പല സഹോദരിമാർ പ്രത്യേകിച്ചും വേവലാതിപ്പെട്ട് കേൾക്കാറുണ്ട്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, അള്ളാഹു ഇത്തരം ആപത്തുകളും പരീക്ഷണങ്ങളും നൽകുന്നത് ഏറ്റവും കൂടുതൽ നൽകുന്നത് ഏറ്റവും നല്ലവർക്കാണ്. അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാഉ ഫൽ അംസലു ഫൽ അംസൽ. ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയമാകുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ മെഹബൂബീങ്ങളായ മുഖറബീങ്ങളായ അമ്പിയാക്കന്മാരാണ്. അവരാണല്ലോ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവർ. അവരാണല്ലോ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഏറ്റവും ഉന്നതർ. അവരിൽ വെച്ച് ഏറ്റവും ഉന്നതർ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബി തങ്ങൾ ഉൾപ്പെടെ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമായവരാണ്. തെറ്റ് ചെയ്തതിന്റെ പേരിലല്ല അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങൾ. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്കും സ്വാലിഹീങ്ങൾക്കും അള്ളാഹു ഇത് നൽകും. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ യുദ്ധക്കളത്തിൽ കാൽ മുട്ടുകുത്തി വീണു. ശത്രുവിന്റെ മുമ്പിൽ മുട്ടുകുത്തി വീണുപോയി. ശത്രുവിനോടുള്ള ഇസ്ലാമിന്റെ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശക്തമായ പോരാട്ടത്തിനിടയിൽ ധീരനായ അലി റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിൽ കാൽമുട്ടുകുത്തി വീണു എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിന്റെ നിലപാടെന്താണ്? ആകപ്പാടം വെപ്രാളത്തിലായി. അതാ ഒരാൾ വന്നിട്ട്, അഥവാ അള്ളാഹുവിന്റെ ഒരു മലക്ക് വന്നിട്ട് പിടിച്ചു പൊക്കിയിട്ട് പറയുന്നു, തഖദ്ദം അമാമക യാ അലി അൻത ഫീ ത്വാഅത്തില്ലാഹി വ ത്വാഅത്തി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അലി, മുട്ടുകുത്തി വീഴുകയോ? എഴുന്നേറ്റ് മുന്നോട്ട് കുതിക്ക്. അള്ളാഹുവിന്റെയും റസൂലിന്റെയും താഴത്തിലല്ലേ താങ്കൾ? താങ്കൾ എന്തിനാ വീണുപോയത്? യുദ്ധക്കളത്തിൽ ശത്രുവിനോട് പൊരുതുമ്പോൾ കാൽമുട്ടുകുത്തി പതറി വീണുപോയി എങ്കിൽ ആ സന്ദർഭത്തിൽ അവിടെ സംഭവിക്കാൻ പോകുന്ന ദുരന്തം എന്തായിരിക്കും? ആ സന്ദർഭത്തിൽ പറയപ്പെടുന്നത് അൻത ഫീ ത്വാഅത്തില്ലാഹി വ ത്വാഅത്തി റസൂലിഹി, അള്ളാഹുവിന്റെയും റസൂലിന്റെയും താഴത്തിലല്ലേ താങ്കൾ? താങ്കൾ എന്തിനാ വീണുപോയത്? അതുകൊണ്ട് മുന്നോട്ട് കുതിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു മലക്ക് വന്ന് പിടിച്ചു പൊക്കിക്കൊടുത്തു എന്ന് ചരിത്രത്തിൽ കാണാം. ഏത് സമയത്തും ഈ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സംഭവിക്കാം. അതൊന്നും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? വേവലാതിപ്പെടരുത്, ആക്ഷേപം പറയരുത്. ഞാൻ എന്ത് ചെയ്തിട്ടാ പടച്ചവനെ നീ എന്നെ കഷ്ടപ്പെടുത്തുന്നത് എന്ന് സാധാരണഗതിയിൽ പലരും അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ പറഞ്ഞു പോകാറുണ്ട്. പ്രത്യേകിച്ചും സഹോദരിമാർ ഇക്കാര്യം മനസ്സിലാക്കണം. അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട ആളുകളെ ധാരാളം പരീക്ഷണത്തിന് വിധേയമാക്കും. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമ്പിയാക്കന്മാരല്ലേ? അമ്പിയാന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായവർ ഉലുൽ അസ്മുകളാണ്. 313 മുർസലികളിൽ 25 പേരറിയൽ നിർബന്ധമായി നമ്മളെ കൽബിൽ സൂക്ഷിച്ചു വെക്കേണ്ട 25 പേര് പഠിച്ചു വെക്കൽ നിർബന്ധമായ മുർസലീങ്ങളുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ 25 മുർസലീങ്ങളും പലതരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിച്ചത് ഖുർആനിൽ നിന്നും മറ്റു ചരിത്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സുപ്രധാനമായ 5 പേര് ഉലുൽ അസ്മുകൾ, അവർ അനുഭവിച്ച കഷ്ടതകൾ ഖുർആൻ പറയുന്നുണ്ട്. ഓരോ നബിമാരുടെ ചരിത്രവും ഖുർആൻ പറയുന്നുണ്ട്. ഇന്ന ഫീ ഖസസിഹിം ലഇബ്റതൻ ലിഉലിൽ അൽബാബ്. അംബിയാഇന്റെ ചരിത്രം വായിച്ചു നോക്കണം.
പഠിച്ചു നോക്കണം. ഒരുപാട് പാഠങ്ങൾ ബുദ്ധിയുള്ളവർക്ക് അതിലുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറയും. ഇന്ന ഫീ ഖസസിഹിം, അവരെ ചരിത്രം പഠിക്കണം, അംബിയാഇന്റെ ചരിത്രം പഠിക്കണം. അത് വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഒരുപാട് പാഠങ്ങൾ അതിൽ ഉൾക്കൊള്ളാൻ കഴിയും. അള്ളാഹുവിന്റെ മുർസലീങ്ങളെ നിങ്ങൾ ഓരോരുത്തരെ എണ്ണി നോക്ക്. മൂസാ നബി അലൈഹിസ്സലാം ആരാണ്? മൂസാ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അംബിയാഇന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാരാ? ഏറ്റവും അടുത്തവർ നബിതങ്ങൾ കഴിച്ചാൽ പിന്നെ മനുഷ്യകുലത്തിൽ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ഖലീലുല്ലാഹി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. അത് കഴിച്ചാൽ പിന്നീട് തൊട്ടടുത്ത് നിൽക്കുന്നത് മൂസാ നബി അലൈഹിസ്സലാമാണ്. കലീമുല്ലാഹി, മൂസാ നബി അലൈഹിസ്സലാം ഉലുൽ അസ്മുകളല്ലേ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ഇവരാണല്ലോ ഉലുൽ അസ്ം. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്ം. ഓരോരുത്തരുടെ ചരിത്രവും ഖുർആനിൽ. എന്താ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കഥ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തകൂനൂ കല്ലദീന ആദവ മൂസാ ഫബറഅഹു അല്ലാഹു മിമ്മാ ഖാലൂ വകാന ഇൻദല്ലാഹി വജീഹാ. മൂസാ നബി അലൈഹിസ്സലാം ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച ആളാണ്. സമൂഹം മൂസാ നബി അലൈഹിസ്സലാമിനെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കഷ്ടതകൾ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതുമ്പോൾ, അത് പഠിക്കുമ്പോൾ, പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ഒക്കെ അനുഭവിച്ച വിഷമങ്ങളും കഷ്ടതകളും ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് സദസ്സിന്റെ മുമ്പിൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് പറഞ്ഞിട്ട് ഒരാൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി തരാനും പറഞ്ഞ് എവിടെയെങ്കിലും എത്തിക്കാനും കഴിയില്ല. ഒന്നാമത് ഖുർആനല്ലേ. ഖുർആൻ തന്നെ നമ്മളാരെങ്കിലും വിചാരിച്ച മാതിരി പറയാനോ വിശദീകരിക്കാനോ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കഴിയുന്നതാണോ? പക്ഷെ ഒരു ചെറിയ ഉദാഹരണം, മൂസാ നബി അലൈഹിസ്സലാം അനുഭവിച്ച ഏറ്റവും വലിയൊരു പ്രയാസമാണ് നാട്ടിലുള്ള ജനങ്ങൾ മുഴുവനും മൂസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞുണ്ടാക്കിയ അപമാനകരമായ ഒരു അപകീർത്തി ഉണ്ടാക്കി. മോശപ്പെട്ട രൂപത്തിലുള്ള ഒരു സംസാരം. എന്താണ്? ജനമധ്യത്തിൽ താറടിക്കുന്ന വിധത്തിലുള്ള ഒരു രൂപത്തിലെ സംസാരം. മൂസാ നബി അലൈഹിസ്സലാമിന് ഔറത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഏതോ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു രോഗമുണ്ട് എന്ന് പറഞ്ഞു പ്രചരിപ്പിച്ചു. എടാ, എനിക്ക് അങ്ങനെ ഒരു അസുഖമില്ലെന്ന് പറഞ്ഞിട്ട് മുണ്ടുരിഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് പറ്റില്ല താനും. അമ്പിയാക്കന്മാരല്ലേ, അവരെ പക്കൽ നിന്ന് ഒരു ചെറിയ ദോഷം പോലും അവർ നബി ആകുന്നതിന് മുമ്പും ഭൗതിക ലോകത്ത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പും അതിനുശേഷവും അമ്പിയാന്റെ പക്കൽ നിന്ന് വരാൻ പാടില്ല. ആ നിലക്ക് കാവലും പരിശുദ്ധരുമാണവർ. ഒരൊറ്റ നബിയിൽ നിന്നും ഒരു ചെറിയ കളങ്കം പോലും. എന്ത് തെറ്റ് ചെയ്തിട്ടാ മൂസാ നബിക്ക് അല്ലാഹു ഇത് കൊടുക്കുന്നത്? ഒരു തെറ്റും ചെയ്തിട്ടല്ല. ഒരൊറ്റ നബിയും ഒരു തെറ്റും ചെയ്തിട്ടുമില്ല. പലർക്കും അങ്ങനെ ഒരു ധാരണ, ബിദ്അത്തുകാർക്ക്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അമ്മാ തഖററ ഹാദാ മിൻ തരീഖിൽ അഹാദി ഫഹുവ ബാത്തിലുൻ മർദൂദുൻ വഇദാ തഖററ മിൻ തരീഖിൽ മുതവാതിരി ഫലാഹിറുൽ മഅനാ ഗൈറു മുവാതി. അഖീദന്റെ കിതാബുകൾ നമ്മൾ പഠിക്കുമ്പോൾ അംബിയാഇന്റെ ഇസ്മത്തിനെ സംബന്ധിച്ച് അവർ പരിശുദ്ധരാണ്. ഒരു തെറ്റും അവരുടെ പക്കൽ നിന്ന് സംഭവിക്കില്ല. പരിശുദ്ധ ഖുർആനിൽ വരെ അംബിയാഇന്റെ പക്കൽ നിന്ന് ഒരു തെറ്റ് സംഭവിച്ച് സൂചന നൽകുന്ന ഒരു പദം വന്നാൽ അതിന്റെ ബാഹ്യാർത്ഥം വെക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ അല്ലാത്ത ഏതെങ്കിലും ഒറ്റപ്പെട്ട വഴിയിൽ കൂടി അങ്ങനെ വന്നാൽ ആ അഭിപ്രായം സ്വീകരിക്കാനേ പാടില്ല, തള്ളിക്കളയണം. അതിന്റെ മർമ്മം അതാണ്. എന്തെല്ലാം പ്രസംഗിച്ച് നടക്കാറുണ്ട്. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പിടിച്ചു പുറത്താക്കി. ഒരു ബിദ്അത്തുകാരന്റെ പ്രസംഗമാണ്. എന്തിനെ പിടിച്ചു പുറത്താക്കിയത്? എന്തിനാ ആദം നബിനെ അല്ലാഹു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പുറത്താക്കിയെന്ന് നമ്മൾ പറയുന്നത്? അല്ലാഹു തആല ആദം നബിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് എന്താ കാരണം? എന്തോ ഒരു തെറ്റ് ചെയ്തു, തിന്നരുത് എന്ന് പറഞ്ഞ പഴം തിന്നു. അതിന്റെ പേരിൽ അല്ലാഹു തആല ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു? ഒരിക്കലും അല്ല. മുതഅല്ലിമീങ്ങളെ അങ്ങനെ പറയുകയോ വിശ്വസിക്കുകയോ ചെയ്യരുത്. ആദം നബിനെ അല്ലാഹു തആല സ്വർഗത്തിൽ നിന്ന് പോകുന്നത് ആ മരത്തിലെ പഴം തിന്നിട്ടൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആദം നബിനെ സൃഷ്ടിക്കുന്നതിന്റെ എത്രയോ കൊല്ലം മുമ്പ് മലക്കുകളോട് അല്ലാഹു നടത്തിയ മുശാവറ, ഇന്നി ജാഇലുൻ
അഡ്വാൻസ് ആയിട്ട് നേരത്തെ തന്നെ അള്ളാഹ് പറഞ്ഞത് ഫിൽ അർളീന, ഇന്നി ജാഇലും ഫിൽ അർൾ, ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ സൃഷ്ടിക്കാൻ പോകുന്നു. ആ പറഞ്ഞതായി ഇവിടെ സംഭവിക്കുന്നത്. പിന്നെ മരത്തിന് പഴം തന്നിട്ട് പുറത്താക്കി എന്ന് പറയാൻ പാടുണ്ടോ? അള്ളാഹ് സൃഷ്ടിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ സൃഷ്ടിക്കുന്നു. ഇത് ഖുർആന്റെ നസ്സാണ്. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. അവിടെ ഒരു വ്യാഖ്യാനത്തിനും ആവശ്യമില്ല, ഒരു തെവീലും അവിടെ നടക്കൂല, ഒരു രണ്ടാം അഭിപ്രായം ഖുർആനിൽ ഒരു കാര്യം നസ്സ് പറഞ്ഞ രണ്ടാം അഭിപ്രായം അതിനില്ല. വ്യക്തമായി അള്ളാഹ് പറഞ്ഞു ഇന്നി ജാഇലും ഫിൽ അർള്, ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ സൃഷ്ടിക്കുന്നു. ആ പണി അള്ളാഹ് നടത്തിയതാണ്, അല്ലാതെ പഴം തിന്ന് പുറത്താക്കിയതൊന്നുമല്ല. ഇവിടെ പ്രസംഗിച്ച് കിടക്കുക ആദം നബി അലൈഹി സ്വലാം പഴം തിന്നു അള്ളാഹു തല പിടിച്ച് പുറത്താക്കി, ഒരു ബിദ്അത്തുകാരന്റെ ക്ലിപ്പാണ്. ഖുർആൻ പരിഭാഷയിൽ നിന്നല്ലേ വായിക്കുന്നതും മനസ്സിലാക്കുന്നതും, അത്രയ്ക്ക് തന്നെ നടക്കുകയുള്ളൂ, അത്രേ വിശ്വസിക്കാനും മനസ്സിലാക്കാനും അവർ കഴിയുള്ളൂ. പക്ഷെ മുത്തഅല്ലിമീങ്ങൾ ഇത് പഠിക്കുന്ന സമയത്തൊക്കെ അതിന്റെ ഹക്ക് പോലെ പഠിച്ചില്ലെങ്കിൽ എന്തു മാധുര്യമാണ് ഖുർആൻ. അതിന്റെ ഹക്ക് പോലെ നമ്മൾ അർത്ഥം വെക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്താൽ അതിന്റെ ഒരു സൗന്ദര്യം എത്രയാണ്, അതിന്റെ ആശയ ഗാംഭീര്യവും. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു തെറ്റും ചെയ്യാത്ത അമ്പിയാക്കൾക്കാണ് അള്ളാഹു ഇത് കൊടുക്കുന്നത്. ഒരു ദോഷത്തിന്റെ കണിക പോലും അവരുടെ ജീവിതത്തിൽ അവരുടെ പക്കൽ നിന്ന് സംഭവിച്ചിട്ടില്ല. മഅസൂമുകളാണ്, അതിനുള്ള ചാൻസ് പോലും ഇല്ലാത്ത വിധത്തിലാണ് അള്ളാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത്. ആ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. മൂസാ നബിക്ക് ഈ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? തുണി ഉരിഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പറ്റൂ? ഔറത്ത് വെളിപ്പെടുത്താൻ പാടുണ്ടോ? പാടില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു രോഗം ഇല്ലെന്ന നിരപരാധിത്വം ആ ജനങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കാൻ മൂസാ നബിക്ക് കഴിയുകയും ഇല്ല. ജനങ്ങളാണെങ്കിൽ അത്തരം ഒരു രോഗമാ പറഞ്ഞുണ്ടാക്കുന്നത്. മനുഷ്യന്മാരുടെ ഇടയിൽ എത്രമാത്രം വഷളാകും, ജനങ്ങൾക്കിടയിൽ എത്രമാത്രം അപമാനിതനാകും. ഒരു നബിയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ മൂന്നാമൻ നിൽക്കുന്ന മൂസാ നബിയെ പറ്റി ഈ വിധം പറഞ്ഞുണ്ടാക്കിയപ്പോൾ മൂസാ നബിക്ക് എത്ര വിഷമം കാണണം. അള്ളാഹു തആല മൂസാ നബിയെ രക്ഷപ്പെടുത്തിയത് എങ്ങനെയെന്ന്, കുളിക്കാൻ വേണ്ടി വസ്ത്രങ്ങൾ, പ്രധാന വസ്ത്രങ്ങൾ കന്തൂറയൊക്കെ അഴിച്ചു വെച്ചാൽ പിന്നെ വല്ല തോർത്തുമുണ്ട കൊടുത്തിട്ടല്ലേ നമ്മളൊക്കെ കുളിക്കുക. ആ നേരിയ വസ്ത്രം, കുളിക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രം ധരിച്ച് മേൽ വസ്ത്രങ്ങൾ ആളുകളെ ഇടയിലേക്ക് പോകുമ്പോൾ ധരിക്കുന്ന സുപ്രധാനമായ വസ്ത്രം അഴിച്ചു വെച്ചിട്ട് കുളിക്കാൻ ആവശ്യമായി ധരിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ശരീരത്തിൽ വെള്ളം ഒഴിക്കേണ്ട താമസം ഈ വസ്ത്രം ഒരു കല്ലിന്റെ മുകളിൽ അഴിച്ചു വെച്ചിരുന്നു. ആ കല്ലും കൊണ്ട്, ആ കല്ല് ഈ വസ്ത്രവും കൊണ്ട് പിന്നാലെ ഓടി. കല്ല് ഓടുന്നു, കല്ലങ്ങോടുന്നു. കല്ലിന്റെ മുകളിൽ മൂസാ നബിന്റെ വസ്ത്രമുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം ഈ വസ്ത്രം കൊണ്ട് കല്ല് ഓടുന്ന രംഗമാ കാണുന്നത്. പിന്നാലെ ഓടി, കല്ലേ എന്റെ വസ്ത്രം, കല്ലേ എന്റെ വസ്ത്രം എന്നും പറഞ്ഞിട്ട് പിന്നാലെ ഓടും. മിസ്ർ പട്ടണത്തിലൂടെ മുഴുവനും ഈ കല്ല് പറക്കുകയും അതിന്റെ പിന്നാലെ അടിച്ചുകൊണ്ട് മൂസാ നബി ഓടുകയും ചെയ്തപ്പോ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ശ്രദ്ധ മുഴുവനും ഈ കല്ലിൽ. പക്ഷെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു മൂസാ നബി അലൈഹിസ്സലാമിന് അങ്ങനെ ഒരു രോഗമില്ല. അല്ലാഹു തആല മൂസാ നബിയെ രക്ഷപ്പെടുത്തിയതും ആ അപമാനത്തിൽ നിന്ന്, ഈ നാട്ടുകാര് പറഞ്ഞുണ്ടാക്കുന്ന ഈ വേണ്ടാത്തരത്തിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തി കൊടുത്തതിന്റെ കോലം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കും. എന്താണ് മൂസാ നബി അലൈഹിസ്സലാം അനുഭവിച്ച വിഷമം? ജനങ്ങൾക്കിടയിൽ ഇറങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള അപവാദ പ്രചരണം നടത്തി എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ നബിമാരിൽപ്പെട്ട ഒരു നബിയല്ലേ അയ്യൂബ് നബി അലൈഹിസ്സലാം. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല രോഗം കൊടുത്തു. രോഗം കൊടുത്തു എന്ന് ഖുർആനിലുമുണ്ട്. പക്ഷെ അത് പറഞ്ഞ് പർവ്വതീകരിക്കരുത്. ഞാൻ ഈ അടുത്ത് ഒരു വലിയ പ്രാസംഗികന്റെ ക്ലിപ്പ് കേട്ടു. അയാൾ രോഗത്തിന്റെ ശിഫക്ക് വേണ്ടിയിട്ട് ഒരു ആയത്ത് നിർദ്ദേശിക്കുകയാണ്. അന്നീ മസ്സനി അൽദുറു വഅൻത അർഹമുർ റഹീമീൻ ഓതി ഊതിയാ മതി. അയ്യൂബ് നബിക്ക് രോഗം വന്നപ്പോൾ അല്ലാഹു ഖുർആനിൽ പറഞ്ഞ പരാമർശിച്ച വിഷയമാണെന്നൊക്കെ പറഞ്ഞിട്ട് അയ്യൂബ് നബിന്റെ രോഗം വിവരിക്കുകയാണ്. ശരീരത്തിൽ പുഴുക്കളിരുന്ന് തിന്ന് 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 ശരീരം മുഴുവനും പുഴുക്കൾ തിന്നിട്ട് ആ പുഴു താഴെ വീണു പോയപ്പോ, ഹേ പോകല്ലടോ, നിനക്ക് തിന്നാനുള്ള മാംസം എന്റെ ശരീരത്തിൽ തന്നെ അല്ലാഹു വെച്ചിരിക്കല്ലേ, അത് തിന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ ആ പുഴുവിന് ശരീരം പുഴുത്തരിച്ചു. സുബ്ഹാനല്ലാഹ്, ഇത് മുഴുവൻ കെട്ടുകഥയാണ്. അങ്ങനൊന്നും പറയാൻ പാടില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അങ്ങനത്തെ ഒരു രോഗവും ഉണ്ടായിട്ടില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദക്ക് ഒരിക്കലും യോജിക്കുന്നതുമല്ല. അതൊന്നും പറയരുത്, അമ്പിയാവിനെ മോശപ്പെടുത്തുകയും ചെയ്യരുത്. ബഹുമാനപ്പെട്ട അയ്യൂബ് നബിക്ക് രോഗമുണ്ടായിട്ടുണ്ട്. അള്ളാഹു വലിയ രോഗം കൊണ്ട് പരീക്ഷിച്ചിട്ടുമുണ്ട്.
പക്ഷെ ഇത്തരം പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അന്നീ മസ്സനിയദ്ദുർറു വഅൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞിട്ടുമുണ്ട്, രോഗം പിടിപെട്ടുപോയി പടച്ചവനെ. രോഗം പിടിച്ചു വന്ന ഒരാൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് സ്വന്തം വാപ്പ സുഖമില്ലാതെ ആശുപത്രി കിടക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരാള് ആ വാപ്പാന്റെ അസുഖത്തെ പറ്റി ഉള്ളതിനപ്പുറം പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടും. വാപ്പ സുഖമില്ലാതെ ആശുപത്രി കിടക്കുകയാണ്, പക്ഷെ കണ്ടുവന്ന ഒരു സന്ദർശകൻ ഇവിടെ വന്നിട്ട് നാട്ടിൽ അയാൾ ഭയങ്കര സീരിയസ് ആണ്, അയാൾ ഭയങ്കര വിഷമത്തിലാന്നൊക്കെ നാട്ടിൽ പറഞ്ഞുണ്ടാക്കിയാൽ ആ മക്കൾ അത് കേട്ടാൽ ഇഷ്ടപ്പെടുവോ? അപ്പുറം പറയണോ? ഉള്ളത് പറഞ്ഞാ പോരെ? അപ്പുറം ഉള്ളത് പറഞ്ഞാൽ തന്നെ ഇഷ്ടപ്പെടൂല. ഉള്ള രോഗത്തിന്റെ യഥാർത്ഥ നിജസ്ഥിതി പറഞ്ഞാൽ തന്നെ ഇഷ്ടപ്പെടൂല. പിന്നെ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് എന്തിനായി ഉള്ളതിലപ്പുറം പറയുന്നത്? ഈ കെട്ടുകഥകളൊന്നും ജനങ്ങൾ വിശ്വസിച്ച് വഞ്ചിതരായി പോകരുത്, അമ്പിയാനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. അയ്യൂബ് നബിക്ക് അല്ലാഹു രോഗം കൊടുത്ത്, ഞാൻ ടൈമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചില ഉദാഹരണങ്ങൾക്ക് വേണ്ടി മാത്രം ഇത് പറയുന്നത്. അല്ലാഹു തആല പരീക്ഷിച്ചു, രോഗം കൊടുത്തുകൊണ്ട് പരീക്ഷിച്ചു. യാക്കൂബ് നബി അലൈഹിസ്സലാം ഒരുപാട് നബിമാരെ വാപ്പയ. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്ത പരീക്ഷണമാണ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തി, മങ്ങിപ്പോയി. സ്വന്തം മകൻ യൂസുഫ് നബി അലൈഹിസ്സലാം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച മങ്ങിപ്പോയി. 100% നഷ്ടപ്പെട്ട അന്ധനല്ല, എന്നാൽ കണ്ണിന് കാഴ്ചയില്ല എന്ന് പറയുകയും ചെയ്യാം. അങ്ങനെ ഒരുപാട് നബിമാർ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീയിലെറിഞ്ഞു. എത്രയോ കാതം അകലെ നിൽക്കേണ്ട, ചൂടുകൊണ്ട് അടുക്കാൻ കഴിയാത്ത തീയിലേക്ക് ദൂരെ നിന്ന് വില്ലിൽ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ എറിഞ്ഞു, തീയിൽ പോയി വീണു. ഇങ്ങനെ അംബിയാഇന്റെ കഥകൾ ഖുർആൻ പരിശോധിച്ചാൽ ഖുർആനിൽ പറഞ്ഞതാ ഇതൊക്കെ ഇങ്ങനെ പരീക്ഷണത്തിന് അല്ലാഹു തആല വിധേയമാക്കി. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അല്ലാഹു തആല ഈ പരീക്ഷണത്തിൽ അവന്റെ ഏറ്റവും ഇഷ്ടദാസന്മാരെ ഒരു നബിക്ക് കൊടുത്ത പരീക്ഷണമല്ല വേറൊരു നബിക്ക് അല്ലാഹു കൊടുക്കുന്നത്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൂസാ നബി അലൈഹി ഇസ്ലാമിന് കൊടുത്ത പരീക്ഷണമല്ലല്ലോ അയ്യൂബ് നബിക്ക് കൊടുത്തത്. അയ്യൂബ് നബിക്ക് കൊടുത്ത പരീക്ഷണമല്ലല്ലോ യാക്കൂബ് നബിക്ക് കൊടുത്തത്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് കൊടുത്ത പരീക്ഷണമല്ല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് കൊടുത്തത്. ഓരോ നബിമാർക്കും വ്യത്യസ്തമായ പരീക്ഷണങ്ങളാ അല്ലാഹു നൽകിയത്. അതെന്തിനാ? ഇന്ന ഫീ ഖസസിഹിം ലഇബ്റ. ഒരുപാട് പാഠങ്ങൾ അതിൽ വേണമല്ലോ. അതെന്താണെന്നറിയോ? അല്ലാഹു തആല അവന്റെ മെഹബൂബിങ്ങളെ കൊണ്ട് കാട്ടിക്കൂട്ടുന്ന പണികൾ നോക്കണം. നാളെ പരലോകത്ത് അല്ലാഹു തആല നമ്മളെ കൂടി ഹാജരാക്കിയിട്ട്, എന്തിടാ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തനത്തിനൊന്നും നിന്നെ കണ്ടില്ലല്ലോ. എങ്ങനെ പഠിച്ചോലെ ഞാൻ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് പോവുക? ജലാലിയക്ക് ഞാൻ എങ്ങനെ പോവുക? മനുഷ്യന്മാരെന്നെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയ അപമാനങ്ങൾ, ഈ അപമാനത്തിനിടയിൽ ഞാൻ എങ്ങനെ ജനമധ്യത്തിലേക്ക് ഇറങ്ങും? അതുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത്. ആളുകൾ നിന്നെ പറ്റി അപരാധം പറഞ്ഞുണ്ടാക്കിയല്ലേ, അതുകൊണ്ട് ജനമധ്യത്തിലേക്ക് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് നീ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തനമൊക്കെ നിർത്തിവെച്ചതില്ലേ. എടാ, അങ്ങനെ നിർത്തിവെക്കുകയാണെങ്കിൽ എന്റെ മൂസാ നബി അല്ലേ നിർത്തിവെക്കേണ്ടത്? എന്റെ മൂസാ നബി ദീനീ ഖിദ്മത്ത് നിർത്തിവെച്ചിട്ടില്ലല്ലോ, നിസ്കാരം നിർത്തിവെച്ചിട്ടില്ലല്ലോ, ഇബാദത്ത് ഒഴിവാക്കിയിട്ടില്ലല്ലോ. ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും എന്റെ മൂസാ നബി നിസ്കരിച്ചിട്ടുണ്ടല്ലോ. ഈ മറുപടി പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരുടെ മുമ്പിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു കൊണ്ടുവരും, നമ്മൾ ഉത്തരം മുട്ടും. വേറൊരുത്തനോട് അല്ലാഹു ചോദിച്ചു, എന്തിയാ പള്ളിയിൽ പോകാതിരുന്നത്? എന്റെ കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ട്. എടാ, കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ട് പള്ളിയിൽ പോകാതിരുന്ന് എന്റെ യാക്കൂബ് നബി നിസ്കരിച്ചുകൂടല്ലോ. എന്റെ യാക്കൂബ് നബിക്ക് കണ്ണിന് കാഴ്ചയില്ലാതായിട്ടും ദീനീ പ്രവർത്തനം നിർത്തിവെച്ചിട്ടില്ല. നമ്മൾ ഉത്തരം മുട്ടിയില്ലേ? ഓരോ മനുഷ്യനും എന്തെല്ലാം കാരണം പറഞ്ഞ് അള്ളാഹിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ പറ്റുമോ അതൊക്കെ അള്ളാഹു അവന്റെ അമ്പിയായിൽ കൂടി അങ്ങ് നടപ്പാക്കി. ഒരു കുട്ടിക്കും പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റൂല. ജനങ്ങൾ അപമാനം പറഞ്ഞുണ്ടാക്കിയിട്ടാ ഞാൻ നിസ്കരിക്കാൻ പോകാതിരുന്നത്, ഞാൻ സുന്നത്തി ജമാഅത്തിന് പ്രവർത്തിക്കാതിരുന്നത്, കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ടാണ്, എന്റെ മകൻ നഷ്ടപ്പെട്ടിട്ടാണ്. ഇതൊന്നും ഒരു കാരണവും പറയാൻ പറ്റില്ല. കാരണം എന്താ? ഇതൊക്കെ അള്ളാഹു അവന്റെ അമ്പിയാക്കന്മാർക്ക് കൊടുത്തപ്പോഴും അള്ളാഹു അവന്റെ അമ്പിയ ഇഷ്ടദാസന്മാരായ സ്വാലിഹീങ്ങളായ പദവിയിൽ നിന്ന് ഒരിഞ്ച് താഴോട്ട് പോരേണ്ടി വന്നിട്ടില്ല. ഇബാദത്ത് കുറച്ചിട്ടില്ല, ദീനിന്റെ ഖിദ്മത്ത് കുറച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് വേറൊരു വിഷയം. ചുരുക്കത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാഉ ഫല്ലംസലു ഫല്ലംസൽ, ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അമ്പിയാക്കളും
ആ അംബിയാഇനോട് സമാനമായി അവരോട് അടുത്ത് നിൽക്കുന്ന മഹാന്മാരും സാലിഹീങ്ങളുമാണ്. അള്ളാഹുവിന്റെ കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്നവർ സാലിഹീങ്ങളാണ്, പരീക്ഷണത്തിന് വിധേയമാകുന്നവർ. ഈ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, ജീവിതത്തിൽ ഒരിക്കലും അള്ളാഹു നമുക്ക് വല്ല പരീക്ഷണങ്ങളും തന്നെങ്കിൽ ആ പരീക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റു ചെയ്തതിന്റെ പേരിലാണെന്ന് മാത്രം വിചാരിക്കരുത്. തെറ്റ് ചെയ്തിട്ടും ആവാം. ഈ പരീക്ഷണം ഒരു തെറ്റും ചെയ്യാത്തവർക്കും ഉണ്ടാകാം. ആ പരീക്ഷണം വരുന്ന സമയത്ത് ഒരിക്കലും പൊറുതികേടുകൾ പറയരുത്, വേവലാതിപ്പെടരുത്, ആക്ഷേപങ്ങൾ പറയരുത്, കുറ്റം പറയരുത്. അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാർക്ക് ദുന്യാവിൽ വലിയ പരീക്ഷണങ്ങൾ കൊടുക്കും. ദുന്യാവ് ഒരു പരീക്ഷണാലയമാണ്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. അള്ളാഹുവിന്റെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയാണ്, ഒരു പരീക്ഷയിൽ നമ്മൾ വിജയിച്ചു കിട്ടണം. അതിനുവേണ്ടി അള്ളാഹു നൽകുന്നതാണ്. ചുരുങ്ങിയത് സാധാരണക്കാര് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു, ഈ പരീക്ഷണങ്ങൾ അള്ളാഹു നൽകുമ്പോൾ നാളെ പരലോകത്ത് അള്ളാഹു തആല നമുക്ക് സ്വർഗം തരാൻ തീരുമാനിച്ചിട്ടുണ്ടാകും. ആ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ, സ്വർഗത്തിലേക്ക് പോകാൻ ഒരൊറ്റ അമല് മതി. ഒരൊറ്റ അമല് മതി സ്വർഗം കിട്ടാൻ. പക്ഷെ അത് ഏതാന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് എല്ലാം ചെയ്യണം. ലൈലത്തുൽ ഖദ്ർ റമദാൻ മാസത്തിലെ ഒരു രാത്രിയല്ലേ? ഏതാ രാത്രി എന്ന് അറിഞ്ഞൂടല്ലോ. നമ്മൾ ഊഹം വെക്കുകയാണ്. 27-ാം രാവിനാവാം. ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ടോ 27-ാം രാവിനാണെന്ന്? ഇത്രയും കാലം വാള് കേട്ടിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് 27-ാം രാവിനാണെന്ന്? ഉറപ്പൊന്നുമില്ല. ഭൂരിപക്ഷം അഭിപ്രായം അങ്ങനെയാന്നേ എല്ലാ അലിമീങ്ങളും പറയൂ. റമദാൻ മാസത്തിലാണ്. 30 രാത്രികളിൽ ഒരു രാത്രിയാവാം, അവസാനത്തെ 10-ലാവാം, ഒറ്റയിട്ട രാവാകാം. അങ്ങനെയൊക്കെ പറയാൻ പറ്റൂ. അങ്ങനത്തെ എത്രയെത്ര സംഗതികൾ. വെള്ളിയാഴ്ച ഒരു സാഴത്തുണ്ട്, ദുആക്ക് ഇജാബത്ത് കിട്ടുന്നതാണ്. എപ്പോഴാണ് ആ സമയം അറിഞ്ഞൂടാ. എല്ലാ സമയവും ഉപയോഗപ്പെടുത്തണം. സ്വർഗത്തിലേക്ക് പോകാൻ ഒരൊറ്റ അമല് മതി. പക്ഷേ ആ അമല് ഏതാണെന്നറിഞ്ഞൂടാ. അപ്പോൾ എല്ലാ അമലും ചെയ്യേണ്ടി വരികയാണ്. ഒരു നായക്ക് വെള്ളം കൊടുത്തിട്ട് സ്വർഗത്തിൽ പോയവരുണ്ട്. അവരുടെ ദോഷങ്ങൾ പൊറുക്കാൻ ആവശ്യമായ തൗബയുടെ കവാടം അവർക്ക് തുറക്കപ്പെടാൻ ഈ സൽക്കർമ്മം മതിയായി. ഒരു പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ നരകത്തിലും പോയിട്ടുണ്ട്. അമലുകളെല്ലാം കബൂലാകുന്ന കവാടം അടഞ്ഞു പോകാൻ ഇത് കാരണമായി. ഇതൊക്കെ മഹാന്മാര് പഠിപ്പിച്ചതും നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതും നാം സാധാരണ കേട്ടുപരിചയമുള്ളതുമാണ്. ഒരു മരത്തിന്റെ കൊമ്പ് മുറിച്ചു കൊടുത്തതിന്റെ പേരിൽ ജീവിതത്തിൽ ചെയ്ത തിന്മകൾ മുഴുവനും പൊറുക്കപ്പെടാൻ ആവശ്യമായ മാർഗം, അതിനുള്ള വഴി അള്ളാഹു തുറന്നു കൊടുത്തിട്ട് ആ തെമ്മാടിയായ പരമദുഷ്ടനെ നന്നാക്കിയെടുത്തു. അവൻ സാലിഹായ മനുഷ്യരായ സ്വർഗത്തിൽ പോയി. അള്ളാഹുവിന്റെ കരുണയും റഹമത്തും നിങ്ങൾ ചിന്തിക്കൂ. അപ്പോ റബ്ബ് നമുക്കൊരു പക്ഷേ സ്വർഗം തരാൻ തീരുമാനിച്ചിട്ടുണ്ടാകും. പക്ഷേ പാപക്കറയുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകില്ല. പാപക്കറ ഉള്ള മനുഷ്യൻ, പാപം ചെയ്ത മനുഷ്യൻ ആ പാപത്തോടു കൂടി സ്വർഗത്തിൽ പോകില്ല. അതെന്ത് വേണം? പാപങ്ങൾ കരിച്ചു കളയണം. സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ ശരീരത്തിൽ വന്ന് പറ്റിപ്പിടിച്ച പാപക്കറകൾ നീക്കം ചെയ്യണം. അത് നീക്കം ചെയ്യാനുള്ള മരുന്നെന്താണ്? വസ്ത്രത്തിൽ കറ ഉണ്ടായാൽ കളയാനൊരു മരുന്നുണ്ട്. എല്ലാ ഇരുമ്പടികളും തുരുമ്പ് പിടിച്ചാൽ, ആ ഇരുമ്പ് സാധനങ്ങൾക്ക് തുരുമ്പ് പിടിച്ചാൽ അത് കറയാലിക്കുല്ലി ശൈഇൻ സഖാലത്തുൻ. ആ തുരുമ്പ് പിടിച്ച ഇരുമ്പഴികളെ സ്ഫുടം ചെയ്തെടുക്കാനുള്ള ചില മരുന്നുകളുടെ ചില സ്പ്രേകളും ഓയിലുകളും ഉണ്ട്. അത് കൊടുത്താൽ അതിന്റെ കറ നീങ്ങും. അത് നല്ല വൃത്തിയായി മാറും. കറുത്തുപോയ ഇരുമ്പ് തുരുമ്പ് പിടിച്ചിട്ട് കറുത്തുപോയെങ്കിൽ ആ മരുന്നടിച്ചിട്ട് ഒരു പേപ്പർ ഇട്ടങ്ങ് ഉരസിയാൽ വെട്ടിത്തിളങ്ങും, സ്റ്റീൽ പോലെ വെളുത്ത കളറായി മാറും. അതിനൊക്കെയുള്ള മരുന്നുകളുണ്ട്. എന്നാൽ നമ്മുടെ പാപങ്ങൾ കരിച്ചു കളയാനുള്ള മാർഗം, ആ പാപം ചെയ്തവനെ നരകത്തിലിട്ടിട്ട് അവന്റെ ശരീരത്തിലുള്ള പാപത്തിന്റെ കണക്കനുസരിച്ച് അത് കരിച്ചതിനു ശേഷമേ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കൂ. അത് നമുക്ക് സഹിക്കാൻ കഴിയോ? ഈ ചർമ്മത്തിന്റെ കട്ടി എത്ര ഉണ്ട്? നമ്മുടെ ശരീരത്തിലെ ഈ ചർമ്മത്തിന്റെ കട്ടി 1 സെന്റിമീറ്റർ കാണോ? ഈ തൊലിയുടെ കട്ടി
നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ചർമ്മത്തിന്റെ കട്ടി 70 മീറ്റർ ആണെന്ന് നബിയുനാ റസൂലുള്ളാഹി തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഒരു മനുഷ്യനെ നരകത്തിലേക്ക് എറിയുമ്പോൾ അവന്റെ ശരീരത്തിലെ ചർമ്മത്തിന്റെ കട്ടി 70 മീറ്ററാണ്. അത്ര കട്ടിയുണ്ടോ? എന്നാൽ വലിയ ഒരു തീക്കുണ്ടാരത്തിലേക്ക് ഉണങ്ങിക്കടിച്ചൊരു വൈക്കോൽ കഷ്ണം ഇട്ടുകൊടുത്താൽ എത്ര പെട്ടെന്ന് അത് കരിഞ്ഞ് ചാമ്പലാകുമോ? സെക്കൻഡ് കൊണ്ട് ഈ 70 കട്ടിയിൽ ഉള്ള ചർമ്മത്തിന്റെ കട്ടി 70 മീറ്റർ ഉണ്ടെങ്കിൽ പോലും നിമിഷ നേരം കൊണ്ട് കരിയാൻ കഴിയും. പക്ഷേ ആ കരിയലോടുകൂടി നമ്മൾ നശിച്ചു പോകില്ല. അള്ളാഹു വീണ്ടും തരും, വീണ്ടും കരിയും, വീണ്ടും തരും, വീണ്ടും കരിയും. ലിയദൂഖുൽ അദാബ് ഐ ലിയദൂമൽ അദാബ്, ശിക്ഷ കാലാകാലം നിലനിൽക്ക്, അത് രുചിച്ചറിയാൻ വേണ്ടി. കരിഞ്ഞങ്ങോട്ട് പോയാൽ കഴിഞ്ഞില്ലേ, പിന്നൊന്നും അറിയാനില്ലല്ലോ. അപ്പൊ എന്നും ഇത് അനുഭവിക്കണം, അതിന് അള്ളാഹു തആല ചെയ്യും. നരകത്തിലെ തീയിന്റെ ചൂട് ദുനിയാവിലെ തീയിന്റെ ചൂടിന്റെ 80 ഇരട്ടിയാണ്. ദുനിയാവിലെ ഏത് തീയ്? ദുനിയാവിൽ പല സൈസ് തീയുണ്ട്. അടുപ്പിൽ കത്തിച്ചിട്ട് കഞ്ഞിയും ചോറും ഒക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ ഉമ്മമാര്, ഭാര്യമാര് ഭക്ഷണം ഉണ്ടാക്കുന്ന തീ, അടുപ്പിൽ വിറക് കൊണ്ടുപോയി വെച്ചിട്ട് അത് കത്തിച്ചിട്ട് തീ പൊങ്ങുമ്പോൾ അതിന്റെ മുകളിൽ പാത്രം വെച്ച് വെള്ളം ചൂടാക്കുമ്പോൾ ആ വിറക് എത്ര ഡിഗ്രി ചൂടിലാ കത്തണത്? നല്ല കത്തിക്കൊണ്ടിരിക്കുന്ന വിറകിന്റെ ആ തീയിന്റെ ചൂട് എത്രയാ? 80 ഡിഗ്രി ചൂടിലാണ് കത്തുന്നത്. അത് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ട് അതിൽ വെള്ളമിട്ടാൽ ആ വെള്ളം തളച്ചു മറിയുമ്പോൾ, പൂർണ്ണാർത്ഥത്തിൽ ആ വെള്ളം തളച്ചു മറിയുമ്പോൾ അതിൽ തേയില ഇട്ട് കൊടുക്കുന്നു, ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നു, ചായ ഉണ്ടാക്കും. ആ വെള്ളം എത്ര ഡിഗ്രി ചൂടാണ്? 100 ഡിഗ്രി ചൂടാണ്. ഇത് ദുനിയാവിലൊരു തീയാണ്. ഇനി വേറെ തീയാണ്. ഹൈഡ്രജൻ ബോംബ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. മനുഷ്യനിർമ്മിതമാണ്. മനുഷ്യനിർമ്മിതമായ ഈ വസ്തു പൊട്ടണമെങ്കിൽ അതിന്റെ താഴെ വിറകും കൊള്ളി വെച്ച് കത്തിച്ചിട്ട്, ഈ വിറക് കത്തിച്ചിട്ട് കിട്ടുന്ന ചൂട് 80 ഡിഗ്രിയോ 100 ഡിഗ്രിയോ കിട്ടിയാൽ ഹൈഡ്രജൻ ബോംബ് പൊട്ടൂല. പിന്നെ 500 ഡിഗ്രി ചൂട് കിട്ടിയാലും പൊട്ടൂല. 1000 ഡിഗ്രി ചൂട് ഇതിന്റെ താഴെ കിട്ടിയാലും ഈ മനുഷ്യനിർമ്മിതമായ ഹൈഡ്രജൻ ബോംബ് പൊട്ടൂല. ആധുനിക യുഗം ശാസ്ത്രം പറയുന്നത് 3000 ഡിഗ്രി ചൂട് ഇതിന്റെ താഴെ കിട്ടിയാലേ ഈ ഹൈഡ്രജൻ ബോംബ് പൊട്ടിത്തെറിക്കുള്ളൂ എന്നാ. അപ്പൊ അങ്ങനെ ഒരു തീ വേറെ 80 ഡിഗ്രിയും 100 ഡിഗ്രിയും തീ നമ്മൾ വേറെ കണ്ടു, സാധാരണ അനുഭവിക്കുന്നു. 3000 ഡിഗ്രി ചൂടും ഈ ലോകത്ത് തന്നെ അനുഭവിക്കുന്നു, കാണുകയും ചെയ്യും. ഇനി വേറെയുണ്ട് പല തരത്തിലുള്ള തീകളെ. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാം, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഈ 3000 ഡിഗ്രി ചൂട് ഹൈഡ്രജൻ ബോംബ് പൊട്ടിത്തെറിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു മനുഷ്യൻ പൊള്ളലേറ്റ് ഭാഗ്യത്തിന് അയാൾ രക്ഷപ്പെട്ട് ഓടി വന്ന് നമ്മുടെ നാട്ടിലെ പള്ളിയുടെ മുമ്പിൽ വന്ന് നിന്നപ്പോ അവിടെ കുട്ടികൾ സുബഹിസ്കാരം കഴിഞ്ഞിറങ്ങി നല്ല തണുപ്പ് മാസത്തില്, തുലാവർഷത്തിലോ മകരമാസത്തിലൊക്കെ പുറത്തിറങ്ങിയിട്ട് വേസ്റ്റുകൾ, ചപ്പ് ചവറുകൾ ഇട്ടാൽ അത് തീപ്പെട്ടി വരച്ചു കൊടുത്ത് അത് തീ പിടിപ്പിച്ചിട്ട് ഇങ്ങനെ തണുപ്പ് പോകാൻ വേണ്ടി ചൂട് അനുഭവിച്ചു കൊണ്ടിരിക്കുക. വല്ലാതെ അടുത്തിരിക്കാൻ വയ്യ, ചൂട് കൂടുതലായി പോകും. ദൂരത്തിരുന്നാൽ ചൂട് കിട്ടുകയുമില്ല, തണുപ്പ് മാറുകയുമില്ല. ഏകദേശം ഒരു അടുത്തിരുന്നു കൊണ്ട് ഈ ചൂടിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുത്തം വന്നിട്ട് ഓടി വന്നിട്ട് ആ തീയിലേക്ക് അങ്ങ് കയറി കിടന്ന് ആ കുട്ടികളെ കയ്യിലുള്ള പുതപ്പ് വാങ്ങിയിട്ട് സുഖമായി അതിലങ്ങ് കിടന്നുറങ്ങും. ഏടെ തീയിലാ കിടക്കണത്. അവനെന്ത് 80 ഡിഗ്രിയോ 3000 ഡിഗ്രി ഇതാ പോയി വരുന്നത്. 3000 ഡിഗ്രി ചൂടിൽ നിന്ന് വന്ന അവനെന്ത് 80 ഡിഗ്രി. നരകത്തിലെ തീയിൽ നിന്ന് ഒരു മനുഷ്യനെ എടുത്ത് ദുനിയാവിലെ തീയിലേക്ക് വലിച്ചെറിഞ്ഞാൽ ദുനിയാവിലെ തീയിന്റെ സുഖം കൊണ്ടവൻ ഉറങ്ങിപ്പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചതൊക്കെ എങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണ സഹിതം ദുനിയാവ് പഠിപ്പിച്ചെന്നുകൊണ്ടിരിക്കുകയാണ് മുത്തുനബിയുടെ ആ വാക്ക്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ നരകത്തിലെ തീയിന്റെ ചൂട് ഈ ചായ ഉണ്ടാക്കുന്ന 80 ഡിഗ്രിയുടെ 80 ഇരട്ടിയാണോ? ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുന്ന 3000 ഡിഗ്രിയുടെ 80 ഇരട്ടിയാണോ? ഈ ചായ ഉണ്ടാക്കുന്ന തീര വിറകും കൊള്ളിയുടെ കൂടെ നമ്മുടെ കയ്യിൽ 10 മിനിറ്റ് വെച്ച് കൊടുക്കാവോ? ആ പാത്രത്തിൽ കളകളോ തിളച്ചു മറിയുന്ന ചുടുവെള്ളത്തിലേക്ക് ഒരു 5 മിനിറ്റ് കൈയൊന്ന് വെച്ച് കൊടുക്കാൻ പറ്റുമോ? എന്നാൽ ഈ 3000 ഡിഗ്രി ദുനിയാവിലെ തീയിന്റെ ഏറ്റവും ചൂട് കൂടിയ തീ ഏതാണോ
അതിന്റെ 80 ഇരട്ടി 70 ഇരട്ടിയൊക്കെ കഠിനമായ ചൂട് നരകത്തിലെ തീയിൽ ഒരു സെക്കൻഡ് കിടക്കാൻ നമുക്ക് പറ്റുമോ? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ നരകത്തിൽ പോകാതെ സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. അല്ലാഹു വലിയ ഔദാര്യം ചെയ്തു. എന്തോ ഒരു നന്മ നമ്മിലുണ്ട്. ആ നന്മ നമ്മൾ ചെയ്ത കാരണത്താൽ സ്വർഗം അല്ലാഹു തരാൻ തീരുമാനിച്ചു. പക്ഷേ ഈ മനുഷ്യനിൽ ഒരുപാട് പാപക്കറകളുണ്ട്. ആ പാപക്കറകൾ നരകത്തിലിട്ട് കത്തിച്ച് കരിച്ചു കളഞ്ഞിട്ടേ ഇവനെ സ്വർഗത്തിലേക്ക് വിടാവൂ. അതിന് റബ്ബ് ചെയ്ത ഒരു കരുണയാണ് നമ്മളെ നരകത്തിലിടാതെ ദുന്യാവിൽ കുറെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി, ദുന്യാവിലിട്ട് കുറച്ച് കഷ്ടപ്പെടുത്തിയിട്ട് അല്ലാഹു തആല അവനെ പരീക്ഷണത്തിന് വിധേയമാക്കി. അതിലൂടെ അവന്റെ പാപങ്ങൾ പൊറുക്കാൻ ആവശ്യമായ തൗബകളും ആവശ്യമായ ദിക്റുകളും നന്മകളും ചെയ്തുകൊണ്ട് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ പ്രവൃത്തി അവനെ കൊണ്ട് ചെയ്യിപ്പിച്ച് അല്ലാഹു അവനെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കാനായിരിക്കാം ഈ ദുന്യാവിലെ പരീക്ഷണം. അപ്പൊ വേവലാതിപ്പെടണോ? ദുന്യാവിൽ അല്ലാഹു ഒരു പരീക്ഷണം തരുമ്പോ നമ്മൾ വേവലാതിപ്പെടാൻ പാടുണ്ടോ? പാടില്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരാൾ വല്ലാതെ കഷ്ടപ്പെട്ട് വിഷമിച്ചപ്പോ അയാൾ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, വല്ലാതെ കഷ്ടപ്പെട്ടു അല്ലേ, ബുദ്ധിമുട്ടായി അല്ലേ, മക്കളെ കൊണ്ട് കഷ്ടപ്പാട്, മക്കളെ വാപ്പ ചെറുപ്പത്തിലേ മരിച്ചുപോയി, എത്തിയും കുട്ടികളെ പോറ്റി നോക്കാൻ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. കുട്ടികൾ വലുതായി വന്നു നോക്കുമ്പോ ആ കുട്ടികൾക്ക് വല്ല രോഗങ്ങളായി. ഈ ഉമ്മാന്റെ ഒരു കഷ്ടപ്പാട് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ ആ തള്ള പറയാണ്, എന്താപ്പ ചെയ്യാ, അള്ളാന്റെ വിധിയല്ലേ. അങ്ങനെ പറയൽ ക്ഷമയില്ലാത്ത വാക്കാന്ന് ഗസാലി ഇമാം പറഞ്ഞു. അങ്ങനെ പറയൽ പോലും ക്ഷമയില്ലാത്ത വാക്കാണ്. വലിയ മഹാന്മാർക്ക് അതൊക്കെ പറയാതെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ, നമ്മളെ കൊണ്ടൊന്നും കഴിയൂല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അത്രത്തോളം അള്ളാഹുവിന്റെ ഒരു ഖലാ നമ്മിൽ വന്നാൽ ഒരു വേവലാതിയും ഒരു പരാതിയും പറയരുത്. മാറത്തടിച്ചിട്ട് എന്തിനാ പടച്ചോനെ ഇന്നിട്ട് കഷ്ടപ്പെടുത്തുന്നത്, എന്തിനാണ് റബ്ബേ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ എനിക്ക് ഇത്ര കഷ്ടപ്പാടുകൾ തരുന്നത് എന്ന് പറയാൻ പറ്റുമോ? അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരെയാണ് അല്ലാഹു തആല ഈ വിധത്തിൽ പരീക്ഷിച്ചത്. അവര് തെറ്റ് ചെയ്തിട്ടല്ല പരീക്ഷിച്ചതെങ്കിൽ പിന്നെ നരകത്തിലിടാതെ അവരുടെ ദറജ ഉയരാനാണ്, അവരുടെ പദവികൾ ഉയർത്തി കൊടുക്കാനാണ്. ആഖിറത്തിലെ പദവികൾ ഉയരാൻ ഒരു തെറ്റും ഇല്ലെങ്കിൽ തന്നെ ആഖിറത്തിൽ അവരുടെ പദവികൾ അല്ലാഹു തആല വലിയ ഉന്നതമായ പദവിയിലേക്ക് ഉയർത്തി കൊടുക്കാനും അല്ലാഹു ദുനിയാവിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. അപ്പൊ പരീക്ഷണങ്ങൾക്ക് എല്ലാവരും വിധേയരാണ്. ആ പരീക്ഷണങ്ങൾ വരുമ്പോൾ പൊറുതികേടുകൾ കാണിക്കരുത്. കാരണം ആ പരീക്ഷണത്തിന്റെ പിന്നിൽ വലിയ ഗുണമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. എന്നാൽ ഈ പരീക്ഷണം വരുമ്പോൾ എന്ത് ചെയ്യണം? എന്താ നമ്മൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും നമുക്ക് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ സമയത്ത് സാധാരണ മനുഷ്യന്മാർ ചെയ്യണ 2 പണിയുണ്ട്, പ്രധാനപ്പെട്ട 2 പണി. ഈ കഷ്ടതകള്, മക്കളെ ഗൾഫിലേക്ക് അയച്ചു നോക്കി, ഒരു ജോലിയും ശരിയാകുന്നില്ല. വിവാഹം ചെയ്ത് അയച്ച വീട്ടിലോ മക്കൾക്ക് അവിടെയും ഒരു സുഖമില്ല. ഒരു വാപ്പാക്ക് ഒരു സ്വസ്ഥതയുമില്ല. മക്കളെ കാര്യം ചിന്തിച്ചാലും ഒരു സ്വസ്ഥതയില്ല. മര്യാദക്ക് സ്വന്തമായി കയറിക്കിടക്കാൻ ഒരു വീട് എന്നാകുക, അതും കഷ്ടപ്പാട്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ട്, രോഗങ്ങളെ കൊണ്ട് പ്രയാസം, പല തരത്തിൽ വിഷമങ്ങൾ. സാധാരണ മനുഷ്യന്മാര് നമ്മളെ നാട്ടിൽ നടപ്പുള്ള പരിഹാരമാർഗം ഇതിനെന്താ ചെയ്യുന്നത്? അതിന്റെ പരിഹാരമാർഗം 2 സംഗതികളാ ചെയ്യുന്നത്. എന്താണെന്നറിയോ? ഒന്ന്, പത്രങ്ങളിൽ കാണുന്ന മാന്ത്രിക ഏലസുകൾക്ക് പിന്നിൽ പോവാ. അള്ളാഹു സൃഷ്ടിച്ചിടത്തോളം അസുഖം അതിലുണ്ടാവും. ഇനി സൃഷ്ടിക്കാൻ പോണതും ആ പരസ്യത്തിൽ കാണും. എല്ലാത്തിനും പരിഹാരം സേവിച്ച ഏലസുകൾ കെട്ടിയാൽ ഇതുവരെ റബ്ബ് സൃഷ്ടിച്ചിടത്തോളം രോഗം സുഖമോ, ഇനി സൃഷ്ടിക്കാൻ പോണതും സുഖമോ. ഈ പരസ്യം കണ്ട് ആ പരസ്യത്തിന്റെ പിന്നാലെ ഇസ്ലാമിന്റെ പർദ എന്ന പവിത്രമായ വസ്ത്രം ധരിച്ചിട്ട് ഈ മാന്ത്രിക ഏലസുകൾക്ക് പിന്നിൽ പോകുന്ന വല്ല സഹോദരിമാരും നമ്മുടെ നാടുകളിലുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, ഈമാൻ അവിടെ ഊരിവെച്ച് പണയം വെച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. കഹനത്തിന്റെ അടുക്കൽ പോകാൻ പാടില്ല. പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല കഹനത്തിന്റെ അടുക്കൽ പോകാൻ. അതൊരിക്കലും ചെയ്യാൻ പാടില്ല.
പേര് ഏത് ജാതിയാണെങ്കിലും ശരി, ഇവിടെ ഒരു മതത്തിന്റെ പ്രശ്നമില്ല. ഇനി അത് തെറ്റിദ്ധരിക്കണ്ട, മതത്തിന്റെ പ്രശ്നം അവിടെ ഇല്ല. ഇസ്ലാം അംഗീകരിക്കാത്ത ചികിത്സാ മുറകൾ അല്ലെങ്കിൽ സേവകൾ ഏത് ജാതി ചെയ്താലും ശരി. ഒരുത്തന്റെ പേരെന്താ? ഒരുത്തന്റെ പേര് അബ്ദുറഹ്മാനാണ്, നല്ല പേരല്ലേ. പണി എന്താ? ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത തരത്തിലുള്ള ചില ചികിത്സാ മുറകളാണ്. ഈ കൂട്ടത്തിൽ ഇസ്ലാം അംഗീകരിച്ച മന്ത്രങ്ങളും ആയാത്തുകളെ കൊണ്ടുള്ള മന്ത്രങ്ങളും ചികിത്സകളെ കുറിച്ച് എതിർപ്പല്ല ഞാൻ പറയുന്നത്. ഇന്ന് പത്രങ്ങളിൽ പൊതുവെ കാണുന്ന പ്രശ്നപരിഹാരങ്ങളും മാന്ത്രിക ഏലസുകളും നമ്മുടെ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി അള്ളാഹു പരലോകത്ത് ചെയ്യാൻ വിചാരിച്ച ഔദാര്യം, തീരുമാനിച്ച ഔദാര്യം നരകം തൊടാതെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കാൻ ദുന്യാവിൽ കുറച്ച് കഷ്ടപ്പെടുത്തിയിട്ട് പറഞ്ഞു വിട്ടാൽ ആഖിറത്തിൽ കഷ്ടപ്പെടണ്ടല്ലോ. ആഖിറത്തിൽ നരകത്തിൽ കടന്ന് കഷ്ടപ്പെടേണ്ട. ദുന്യാവിൽ അല്ലാഹു തആല പരീക്ഷണത്തിന് വിധേയമാക്കുന്നത് നമ്മെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗം തരാൻ വേണ്ടിയാണ് എന്നങ്ങ് മനസ്സിലാക്കിയാൽ ആ കഷ്ടപ്പാടുകൾ അനുഭവിക്കാനേ ഉള്ളൂ, സഹിക്കാനേ ഉള്ളൂ. അല്ലാതെ ഇതിന്റെ പരിഹാരം തേടിയിട്ട് ഈ പത്രങ്ങളിൽ കാണുന്ന മാന്ത്രിക ഏലസുകൾക്ക് പിന്നിൽ ഒരു മുസ്ലിം പോകരുത്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഈ റൂട്ടിൽ യാത്ര ചെയ്തപ്പോൾ വയല് കഴിഞ്ഞ് പോകുമ്പോൾ രാത്രിയിൽ എല്ലാ സ്ഥലത്തും കടകൾ തുറക്കൂല. ഞാൻ ഒരു സ്ഥലത്ത് കാറ് നിർത്തിയിട്ട് ഒരു കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ ഞാൻ വണ്ടിയിലിരിക്കണു, ഡ്രൈവർ പോയിട്ട് ഒരു കട്ടൻ കാപ്പി വാങ്ങി. അപ്പം എന്നെ പരിചയമുള്ള ഒരാൾ അവിടെ വന്നു പെട്ടു, തങ്ങളെ ഈ റൂട്ടിൽ പോകുമ്പോൾ ഇവിടെ നിങ്ങൾ വണ്ടി നിർത്തരുത്, നിർത്തിയാൽ നിങ്ങളും അതിന് വന്നതാന്ന് മനസ്സിലാക്കും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഏതിന്? അതൊന്നും ഇപ്പൊ കൂടുതൽ വിശദീകരിക്കണ്ട. ഈ പറഞ്ഞതിനൊക്കെ നിങ്ങളാണ് ഉണ്ടാക്കി ഊഹിച്ചാൽ മതി. അത്തരം ചില തെറ്റുകൾ ആരെ ചെയ്യണത്? നമ്മളെ ആൾക്കാർ. എവിടെയാ പോണത്? പോകാൻ പാടില്ലെന്നും പോയാൽ ഈമാൻ നഷ്ടപ്പെടുമെന്നും കാഹിനെ സമീപിക്കാൻ പാടില്ലെന്നും കഹനത്തിന്റെ അടുക്കൽ ഈമാൻ ഉള്ള ഒരു മനുഷ്യൻ പോകാൻ പാടില്ലെന്നും തിരിച്ചു വരുമ്പോ മുർത്തദ്ദായിട്ടേ തിരിച്ചു വരാൻ പറ്റുള്ളൂ അവന്റെ അടുക്കൽ പോയാലെന്ന് പരിശുദ്ധ ദീൻ പഠിപ്പിച്ച ഒരു സ്ഥലത്ത് മുസ്ലിം സമൂഹത്തിന്റെ പർദ്ദയണിഞ്ഞ ആളുകൾ, പെണ്ണുങ്ങൾ, ഈമാനിന്റെയും ഇസ്ലാമിന്റെയും ചിഹ്നവും അടയാളവും സുരക്ഷിത വസ്ത്രവുമായ പർദ്ദ ധരിച്ചിട്ട് പോവാ. എവിടേക്ക്? പ്രശ്നം പരിഹരിക്കാൻ. കുടുംബത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, ഇതെല്ലാ പ്രശ്നത്തിന്റെ പരിഹാരം. അത് ഒരു ദിവസം വയല് പറഞ്ഞാൽ പോരാ. ഞാൻ ഒരാഴ്ച വേണമെങ്കിൽ, ആ ഒരൊറ്റ വിഷയമാണെങ്കിൽ ഒരാഴ്ച ഞാൻ പറയാം. അത് ഓരോ ബാബുകൾ തിരിച്ചു പറഞ്ഞാൽ ഒരാഴ്ച പറയാനുള്ള മെറ്റർ ജാഹിലായ എന്റെ അടുത്തുണ്ട്. ഒരാഴ്ച പറയാനുള്ള മെറ്റർ ആ ഒരൊറ്റ വിഷയം മാത്രം. അസ്മാ എന്താണ്, തൽസമാത്ത് എന്താണ്? എന്നോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാനൊരു തൽസമിയാണ്, ദ്വാരക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നാം തരം സാഹിറാണ്. ഞാൻ ഇപ്പൊ മനസ്സിലാക്കിയത് അതാണ്, താങ്കൾ ഒന്നാം തരം ഒരു സാഹിറാണ്. ആ ഫന്നിന്റെ പേരെ പറയാൻ അറിയില്ല. ആള് തൽസമിയാണ്. സത്യത്തിൽ അയാൾ തൽസമിയല്ല, അയാൾ പറയാൻ അറിയാത്തോട് പറഞ്ഞതാണ്. ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത്. അത് ആ ഫൻ എന്താന്നും ആ വിഷയം എന്താന്നും മനസ്സിലാക്കാത്തതൊന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത്. മഹാന്മാരിലേക്ക് ഒന്ന് ആ പേര് ചാർത്ത് അതെന്താന്നൊക്കെ പഠിക്കണം, മനസ്സിലാക്കും വേണം. ഏതോ ആവട്ടെ, ചുരുക്കത്തിൽ ഞാൻ അതിലേക്കല്ല പോണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രത്യേകിച്ചും മറ്റുള്ളവരും ഈമാൻ നഷ്ടപ്പെടുത്തുന്ന ഇത്തരം മേഖലകളിൽ ഈ വക പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ചെന്നുപെടരുത്. മറ്റൊരു പരിഹാര മാർഗം എന്താണെന്നറിയോ? ഒരു കഷ്ണം കയറിലോ ഒരു തുള്ളി വിഷത്തിലോ ഒരു റെയിൽ പാളത്തിലോ ജീവൻ അവസാനിപ്പിക്കുക, ആത്മഹത്യ ചെയ്യുക. ആത്മഹത്യ ചെയ്യുന്നത് പ്രശ്നത്തിന്റെ പരിഹാരമാണോ? കടം വന്ന് കുടുങ്ങിയിട്ട് ഒരാള് സുബഹി നിസ്കരിച്ചിട്ട് ലുഹാന്റെ ടൈമാകാൻ കാത്തിരുന്നു. ലുഹാ നമസ്കാരം നിർവഹിച്ച ഒളോട് കൂടിയിട്ട് നല്ല സുന്ദരമായിട്ട് ബിസ്മിൻ ചൊല്ലിയാണ് തൂങ്ങി മരിച്ചു. അയാൾ വരുത്തി വെച്ച കടം, അയാളുടെ ശേഷം കണ്ണിലേക്ക് നോക്കി കരയാൻ മാത്രം പ്രായമായ പിഞ്ചു പൈതങ്ങൾ സമാധാനം പറയണ്ടേ? ഈ കുട്ടികളെ കഷ്ടപ്പെടുത്തിയതിന് ഖബർ കിടക്കാൻ അയാൾക്ക് സമാധാനം ഉണ്ടോ? ഈ പിഞ്ചു പൈതങ്ങൾ എന്തറിയും? അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. കടം കൊണ്ട് കുടുങ്ങിയിട്ട് തൂങ്ങി മരിക്കുക, ചിലപ്പോ കുടുംബത്തിലുണ്ടാകുന്ന നാത്തൂമാരെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അമ്മായിയമ്മനെ കൊണ്ടുണ്ടാകുന്ന വിഷമങ്ങൾ, ഓരോ ആളുകളെ കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളെ കൊണ്ടും ദുരിതങ്ങളെ കൊണ്ടും എന്ത് ചെയ്യാ? പരിഹാരം ആത്മഹത്യ ചെയ്യൽ വിഷയത്തിന്റെ പരിഹാരമല്ല.
പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല. ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക, സാധാരണഗതിയിൽ ഇവിടെ ജനങ്ങൾ മനുഷ്യന് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സംഭവിക്കുമ്പോൾ അവർ ചെയ്യുന്നത് ഒന്ന് കഹനത്തിന്റെ അടുക്കൽ പോകൽ. അത് പ്രശ്നങ്ങൾക്ക് പരിഹാരമേ അല്ല. ആ പ്രശ്നങ്ങൾ ഗൗരവപ്പെടാനേ അത് കാരണമാവുള്ളൂ, ആ പ്രശ്നങ്ങൾ വർദ്ധിക്കാനേ അത് കാരണമാവുള്ളൂ. കഹനത്തിന്റെ അടുക്കൽ പോകുന്നത്, ജോത്സ്യന്റെ അടുക്കൽ പോകുന്നത്, അത് നമ്മൾ വിചാരിക്കും താൽക്കാലിക ശമനമാണെങ്കിൽ അതിന്റെ ഡബിൾ തിരിച്ചു വരും, അപകടം വർദ്ധിക്കും. ആത്മഹത്യയോ, ആത്മഹത്യ ചെയ്ത മനുഷ്യൻ അവൻ എങ്ങോട്ടായി പോകുന്നത്? ദുന്യാവിലെ പ്രയാസം സഹിക്കാനാകാത്തത് കൊണ്ടാ പോകുന്നത്. അവൻ പോയത് എങ്ങോട്ടാണെന്നറിയുമോ? ഖിയാമത്ത് നാൾ വരെ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറ് എന്ന കാഹളത്തിൽ ഊതി പുനർജന്മം നൽകുന്നത് വരെ, ഈ ലോകം അവസാനിച്ച് രണ്ടാമത് അല്ലാഹു തആല ഉദ്ദേശിച്ച കാലത്ത് പുനർജന്മം നൽകി പരലോകത്തേക്ക് യാത്രയാക്കുന്ന കാലം വരെ ഖബറിന്റെ അകത്ത് കിടക്കണ്ടയോ? ഖബറിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ആഖിറത്തിന്റെ വിഷയത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നാൽ ഖബർ പോലെ വഷളായ മറ്റൊരു കാര്യം പറയാനില്ല. പരലോകത്തിന്റെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും ഭയാനകമായ രംഗം ഖബറാണ്. ദുന്യാവിൽ ഒരു മനുഷ്യൻ ഏറ്റവും ഭയപ്പെടുന്ന വസ്തു എന്താണോ അതാണ് ഖബറിലേക്ക് ശിക്ഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെടുക. ഒരു മനുഷ്യന് ദുന്യാവിൽ ഏറ്റവും കൂടുതൽ പാമ്പിനെയാണോ പേടി, അവന്റെ ഖബറിലേക്ക് നിയമിക്കുന്ന ശിക്ഷകളുടെ കൂട്ടത്തിൽ ഏറ്റവും സുപ്രധാനം പാമ്പായിരിക്കും. ദുന്യാവിൽ അവൻ ഏറ്റവും പേടിക്കുന്ന വസ്തു എന്താണോ അതുകൊണ്ടാണ് അവന്റെ ഖബറിൽ അവനെ ശിക്ഷിക്കപ്പെടുന്നത്. ഖബറിലെത്തിയ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നു, പടച്ചവനെ, ഇതിനേക്കാൾ നല്ലത് മരിച്ചുകൊണ്ടിരിക്കലായിരുന്നു. മരണത്തിന്റെ ഗൗരവം എത്രമാത്രം ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് 500 മലക്കുകൾ കൂടിയിട്ടാണ് ഒരാളുടെ റൂഹിനെ പിടിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയല്ല, ആയിഷ ബിവി റസൂലുള്ളാഹിന്റെ ഭാര്യ, ഇവര് റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞു നോക്കാം. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, മരണം സന്തോഷമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, സന്തോഷമല്ല നബിയെ, ദുഃഖമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ല, മരണം സന്തോഷമാണ്. ആയിഷ ബീവി വീണ്ടും പറഞ്ഞു, മരണം ദുഃഖമാണ്, കഷ്ടതയാണ് എന്നല്ലേ തങ്ങൾ പഠിപ്പിച്ചത്. എന്നാൽ മരണം സന്തോഷമാണെന്ന് പറഞ്ഞതിന്റെ വിശദീകരണം നബി തങ്ങൾ പറയുന്നത്, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആ മയ്യത്തിന്റെ സമീപത്ത് 500 മലക്കുകളാണ്. 250 മലക്കുകൾ ഒരു സൈഡിൽ നിൽക്കും, 250 മലക്കുകൾ മറ്റേ സൈഡിലും നിൽക്കും. 500 മലക്കുകൾ 2 സൈഡുകളിലായി നിന്നുകൊണ്ട് ആ മനുഷ്യന്റെ റൂഹ് വലത് കാലിന്റെ തള്ളവിരലിൽ നിന്ന് കാൽ മുട്ടുവരെ പിടിച്ചു വലിച്ചു കൊണ്ടുവരും 50 മലക്കുകൾ. എന്നിട്ട് ആ 50 മലക്കുകൾ അങ്ങ് മാറി നിൽക്കും. അപ്പോൾ ഇടതുകാലിന്റെ തള്ളവിരൽ മുതൽ കാൽ മുട്ടുവരെ പിടിച്ചു വലിച്ചു കൊണ്ടുവരും 50 മലക്കുകൾ. എന്നിട്ട് അവരങ്ങ് മാറി നിൽക്കും. അപ്പൊ വേറെ 50 മലക്കുകൾ കാൽ മുട്ടുവരെ മുതൽ നടുവരെ പിടിച്ചു കൊണ്ടുവരും. ഇടതുഭാഗത്ത് 50 മലക്കുകൾ കാൽ മുട്ടു മുതൽ നടുവരെ പിടിച്ചു കൊണ്ടുവരും, അവരങ്ങ് മാറി നിൽക്കും. 50 മലക്കുകൾ വലത് കൈയിൽ നിന്ന് പിടിക്കും, 50 മലക്കുകൾ ഇടത് കൈയിൽ നിന്ന് പിടിക്കും. ഘട്ടമായി പിടിച്ച് 250 മലക്ക് ഒരു സൈഡിലും 250 മലക്കുകൾ മറ്റേ സൈഡിലുമായി റൂഹനെ പിടിച്ചു കൊണ്ടുവന്ന് തൊണ്ടക്കുഴി വരെ എത്തുമ്പോ നേതൃത്വം കൊടുത്തുകൊണ്ട് അസ്രായീൽ അലൈഹിസ്സലാം അവിടെ നിൽക്കുന്നുണ്ടാകും. ഈ തൊണ്ടക്കുഴി വരെ എത്തുമ്പോഴേക്ക് ആ മനുഷ്യൻ എത്രമാത്രം വിഷമിച്ചു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത്, മരണത്തിന്റെ വേദന അളക്കാനും തൂക്കാനും കഴിയുന്നതാണെങ്കിൽ അതിൽ നിന്ന് ഒരു കടകമണിയുടെ അത്ര കിട്ടിയാൽ എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ കൊണ്ടുപോയി വെച്ചാൽ ആ പർവ്വതം നിമിഷ നേരം കൊണ്ട് ഉരുകി ഒലിച്ചങ്ങ് പോകും. മരണത്തിന്റെ വേദന അളക്കാനും തൂക്കാനും കഴിയുമെങ്കിൽ അതിൽ നിന്നൊരു കടകമണിയുടെ അത്ര ലഭിച്ചിട്ട്
അതാ എവറസ്റ്റ് ഹിമാലയത്തിന്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചാൽ ഈ വേദന ഉൾക്കൊള്ളാനും താങ്ങാനും സഹിക്കാനും കഴിയാതെ ആ പർവ്വതം ഈ കടകമണി അങ്ങ് വെക്കലോടുകൂടി ഉരുകി ഉരുകി ഒലിച്ചങ്ങ് പോകും. അത്ര കടുപ്പമാണ് മരണത്തിന്റെ വേദനയെങ്കിൽ ഈ വേദന കാലിന്റെ തള്ളവിരൽ മുതൽ തൊണ്ട വരെ പിടിച്ചു കൊണ്ടുവരുന്ന രംഗമാണ് ആയിഷ സഹിക്കാൻ കഴിയാത്തത്. അവിടെ നിന്ന് അങ്ങോട്ട് അസ്രായിൽ അലി ഇസ്ലാമാണ് റൂഹിനെ പിടിക്കുന്നത്. അത് പ്രയാസമില്ല. തൊണ്ടക്കുഴി വരെ എത്തലാ ബുദ്ധിമുട്ട്. തൊണ്ടക്കുഴിയിലെത്തിയാൽ അവിടെ നിന്ന് അങ്ങോട്ട് എളുപ്പമാണ്. അതാണ് ഞാൻ മരണം എളുപ്പമാണെന്ന് പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ പറയും, ഈ റൂഹിനെ തൊണ്ടക്കുഴി വരെ എത്തുന്ന രംഗം, തൊണ്ടക്കുഴി വരെ എത്തിയാൽ അത് താഴോട്ട് തന്നെ വീണ്ടും വിടും, വീണ്ടും വലിക്കും. 99 തവണ അവന്റെ കഴുത്ത് വരെ ഇത് ആവർത്തിക്കുമെന്നാണ്. 99 തവണ ആവർത്തിക്കുമ്പോ ആ മനുഷ്യൻ എത്ര കഷ്ടപ്പെട്ടിട്ടാ മരിക്കണത്. ഏത് മനുഷ്യനും മരിക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന ഭീകരതയാണിത്. മരണത്തിന്റെ ഭീകരത വസാലിമാം കൃത്യമായി ദിക്റുൽ മൗത്ത് അധ്യായത്തിൽ ഇഹ്യായിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കടുപ്പമായ മരണം ഇത്ര കടുപ്പമാണെങ്കിൽ ഖബറിലെത്തിയ ഒരു മനുഷ്യൻ ചിന്തിക്കും, പടച്ചോനെ 99 അല്ല, 9 കോടിയല്ല, 9 മില്യൺ വട്ടല്ല, ഖിയാമത്ത് വരെ ആ പണി തുടരുകയായിരുന്നെങ്കിൽ ഈ ഖബറിനേക്കാൾ മെച്ചം അത് തന്നെയാണ്. ഈ ഖബറിനേക്കാൾ നല്ലത് ഈ പണി തന്നെയാണ്. അപ്പൊ എന്താ ഇപ്പൊ ഖബർ മനസ്സിലാക്കുന്നത്? മരണത്തിന്റെ വേദന ഈ കോലത്തിലാണെങ്കിൽ അതിനേക്കാൾ ഭയാനകമാണ് ഖബർ. ഖബറിൽ കിടക്കണ ഒരു മനുഷ്യൻ ഈ മരിക്കുക എന്ന ഈ പണി സുഖകരമായ രംഗമായി തോന്നും. നരകത്തിലെ തീയില്ലെന്നൊരു മനുഷ്യനെടുത്ത് ദുന്യാവിലെ തീ കിട്ടാ, ദുന്യാവിലെ തീയിന്റെ സുഖം കൊണ്ട് ഉറങ്ങിപ്പോകുന്നു പറഞ്ഞില്ലേ. ദുന്യാവിന്റെ തീയിൽ സുഖമായിട്ടല്ലല്ലോ. ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാർ പറയും, എടാ ഇവിടെ എന്ത് ചൂടാ, ഗൾഫിലെ ചൂട് കണ്ട ഇതൊക്കെ ചൂടാ. ഇപ്പൊ നമ്മളും ആ ചൂട് വലിയ ചൂടായിട്ട് അനുഭവപ്പെടുമ്പോ ഇയാൾക്കതൊരു പ്രശ്നമല്ല. കാരണം ഇയാൾ അതിലേറെ വലിയ ചൂടെന്നാ വരുന്നത്, ഇയാൾ അതിനേക്കാൾ വലിയ തണുപ്പെന്നാ വരുന്നത്. അല്ലാതെ ഇവിടെ തണുപ്പില്ലാന്നോ ഗൾഫിൽ മാത്രമേ തണുപ്പില്ലാന്നോ ഒന്നൊന്നല്ല ഇതിനർത്ഥം. ആപേക്ഷികമായി കൂടുതലും കുറവും പറഞ്ഞതാണ്. ചുരുക്കി പറയാം, ഇത്ര ഭയാനകമായ ഖബറിലേക്കാണോ പെണ്ണെ ഈ ദുന്യാവിൽ ജീവിക്കാൻ കഴിയാത്ത വിഷമം കൊണ്ട് എടുത്തു ചാടുന്നത്? ഖബർക്ക് പോകാനാണോ നിനക്ക് ധൃതി? നമ്മുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തത് കൊണ്ട് എടുത്തു ചാടി ഖബർക്ക് പോകാൻ ബുദ്ധിയുള്ളൊരു മനുഷ്യൻ ഇഷ്ടപ്പെടുമോ? ഈ ഭയാനകമായ 6 അടി മണ്ണിന്റെ ഉള്ളിൽ എത്ര കാലമാ കിടക്കേണ്ടത്? എത്ര കാലം കിടക്കണം? 1, 2, 10, 100 കൊല്ലമല്ല അവിടെ കിടക്കേണ്ടത്. ആ ഭയാനകമായ ഖബറിലേക്ക് പോയിട്ട് വിഷയം പരിഹരിക്കോ? കടം വീടോ? മക്കൾ കുടുങ്ങി, ഭാര്യ കുടുങ്ങി, കുടുംബങ്ങൾ കുടുങ്ങി. നാത്തൂനോടുള്ള ദേഷ്യത്തിന് മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീ കൊടുക്കുക. അന്നെ ഞാൻ കാണിച്ച്, അവള് രക്ഷപ്പെട്ട്, നിന്റെ ശല്യം തീർന്ന്, അവൾക്ക് സുഖമായി ജീവിക്കാനായി. നീ എന്തായി ഖബറിൽ പോയി കഷ്ടപ്പെടുന്നു? ബുദ്ധിയില്ലാത്ത പണിയല്ലേ ഇത്? മനുഷ്യന്മാർ ചെയ്യുന്ന ഓരോ വേണ്ടാത്ത ബുദ്ധിമുട്ടുകളുടെയും പ്രശ്നങ്ങളുടെയും പരിഹാരം ഒന്ന് മാന്ത്രിക ഏലസല്ല, ആത്മഹത്യയല്ല, രണ്ടുമല്ല. ആത്മഹത്യ ഒരാൾ ചെയ്താൽ നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യണം. ഖാതിലു നഫ്സിഹി കഗൈരിഹി, സ്വന്തം നഫ്സിനെ കൊലപ്പെടുത്തിയ മനുഷ്യൻ, സാധാരണ മരിച്ച മനുഷ്യന്മാരെ മാതിരി നമ്മൾ അവളെ കുളിപ്പിക്കണം, അവന് കഫൻ ചെയ്യണം, അവന് നിസ്കരിക്കണം. വയുദ്ഫനു ഫീ മഖാബിരിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ മറവ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മറവ് ചെയ്യുകയും വേണം. ആ പണിയൊക്കെ നമ്മൾ ചെയ്യണം. എന്തേ? കുഫ്രിയത്ത് അവനെ കുറിച്ച് ആരോപിക്കപ്പെടുന്നില്ല. അവൻ നഫ്സിനെ ഖത്ൽ ചെയ്തു എന്നതുകൊണ്ട് അവൻ കാഫിറായി പോകുന്നില്ല. മനഃപൂർവ്വമാ ചെയ്തതെങ്കിൽ പോലും കുഫ്രിയത്ത് ആരോപിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഈ വക പണിയൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷേ അയാളുടെ ശിക്ഷ ചെറുതല്ല, ഭയങ്കരമായ ശിക്ഷയാണ് ആ മനുഷ്യൻ അനുഭവിക്കാൻ പോകുന്നത്. പിന്നെന്താ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം? പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഈ ദുന്യാവിൽ കഷ്ടപ്പാടില്ലാത്ത മനുഷ്യനില്ല. രോഗമുള്ളവർ വർദ്ധിച്ചു 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 വന്നുകൊണ്ടിരിക്കുന്നു. ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്ക് ഷുഗർ, ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്ക് ഹാർട്ട് കംപ്ലൈന്റ്, പ്രസവിക്കപ്പെട്ട നവജാത ശിശുവിന് വരെ രോഗം വരരുത് എന്ന് വിചാരിച്ച് കുത്തിവെക്കുന്ന മരുന്നുകളിൽ രോഗമുണ്ടെന്ന് ചിലർ അവരാരോപിക്കുന്നു. തുള്ളിമരുന്ന് കൊടുക്കല്ലേ, തുള്ളിമരുന്ന് കൊടുക്കല്ലേ, തുള്ളിമരുന്നിലും വിഷം എന്ന് പറയാൻ ചില ആളുകൾ.
നമുക്കതിൻ്റെ ഒന്നും സത്യം അറിയില്ല, നമ്മളത് ആരെ പറ്റി ആരോപിക്കുന്നുമില്ല. അവർ തമ്മിൽ തന്നെ ഖിലാഫിലാണ്. ഇങ്ങനെ മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ രോഗം വരുത്തുന്നത്, ക്യാൻസർ വരുത്തുന്നത്, ക്യാൻസർ എന്ന രോഗം വർദ്ധിച്ചു 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 വന്നിരിക്കും. എന്താ ക്യാൻസറിന് വല്ല പരിഹാരവുമുണ്ടോ? നമ്മൾ വിചാരിച്ചു വൈദ്യശാസ്ത്രം പുരോഗമിച്ചാൽ എല്ലാം നടക്കും, വൈദ്യശാസ്ത്രം പുരോഗമിച്ചാൽ എല്ലാം പരിഹരിക്കപ്പെടുമെന്ന രോഗത്തിന്റെ കാര്യത്തിൽ ചിന്തിക്കുന്നു. ഷുഗർ കംപ്ലൈന്റ് ഉള്ള ഒരു മനുഷ്യൻ ഡോക്ടറെ സമീപിച്ച ഡോക്ടർ എന്താ പറയാ? ഈ ഡയബറ്റിസ്, ഈ ഷുഗർ കംപ്ലൈന്റ് ഉള്ള ആളുകൾക്ക് കാലിലെ ഞരമ്പുകൾക്ക് ക്ഷതം സംഭവിക്കും, ബ്ലോക്ക് വരും പെട്ടെന്ന്. അയാളെ കാലിന്റെ വിരല് പഴുത്തിട്ട് അസഹ്യമായ വേദന കൊണ്ട് വിഷമിക്കുമ്പോൾ ഡോക്ടറെ അടുക്കൽ ചെന്നാൽ എന്താ അസുഖം? കാലിന്റെ വിരല് പഴുത്തുകണ്. നവിനവിടാണ് മുറിച്ചിട്ടേക്കുക. വൈദ്യശാസ്ത്രം മനുഷ്യന്റെ രോഗത്തിന്റെ ശിഫക്ക് ഇരിക്കുകയാണ്. ആ രോഗത്തിന്റെ ശിഫക്ക് ഡോക്ടറെ അടുക്കൽ ചെന്നിട്ട് നമ്മൾ പറഞ്ഞത് എന്താ? കാലിന്റെ വിരല് പഴുത്തുകണ്. എന്താ പരിഹാരം? അവിടെ മുറിച്ചിടുക. അത് MBBS ആണ്. ഒരു അണ്ണാച്ചി കുറെ വെക്കൂലേ? പഴുത്തോടെ മുറിച്ചിടുക ഒരു അണ്ണാച്ചി അറിയില്ലേ? അതിന് MBBS ആവണോ? ഞമ്മക്ക് പറഞ്ഞൂടെ? എടാ അതിന്റെ വിരലിന്റെ ഇവിടെ പഴുത്തുകണ്, ആ കത്തിയെടുത്തോണ്ടാണ് വെട്ടിട്ടാളാന്ന്. ഇതിനാ ഷിഫ എന്ന് പറയാ? ഇതിന് ഷിഫ എന്നാ പറയാ? വൈദ്യശാസ്ത്രത്തിന് അവലംബിച്ചാൽ ഇന്നിവിടെ നടക്കണ പണി ഇതല്ലേ? വൈദ്യശാസ്ത്രത്തിന് അവലംബിച്ചാൽ ഇന്ന് ഇവിടെ നടക്കണ പണി എന്താ? നിങ്ങൾ മനസ്സിലാക്കിയോ? ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്തോ, വലിയ ആനത്തല ചെയ്തു എന്ന് അതിന്റെ അർത്ഥം? അള്ളാഹു ഇട്ടെന്ന അനുഗ്രഹം എന്താ ഇവിടെ കൈകാര്യം ചെയ്യായത്? പടച്ച റബ്ബ് ചെയ്ത അനുഗ്രഹം. ഇവർക്ക് എവിടെ ഈ നരമ്പ് കിട്ടി? എന്താ ഈ ബൈപ്പാസ്? ഹാർട്ടിലേക്ക് ബ്ലഡ് പോകുന്ന ഞരമ്പുകൾ എവിടെയോ ഉള്ളിൽ എന്തോ അടഞ്ഞിട്ട് ബ്ലോക്കായി, കൊഴുപ്പോ എന്തോ അയ്യ ചെയ്യുങ്കാൽ അവിടെ ബ്ലോക്കായി പോയി. ഞാൻ അതിലൂടെ ബ്ലഡാണ് പോകില്ല. അപ്പൊ എന്താ ചെയ്യാ? ഈ ബ്ലോക്കായ നരമ്പ് അവിടെ ഇട്ടിട്ട് അതിന്റെ അപ്പുറത്ത് വേറൊരു നരമ്പ് ബൈപ്പാസ് ഉണ്ടാക്കി കൂടെ കൊടുക്കലൊരു ബൈപ്പാസ് ഉണ്ടില്ല, ടൗണിൽ കൂടി പോകാതെ അപ്പുറത്ത് കിടക്കാലോ. അപ്പൊ ഈ ബ്ലോക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഞരമ്പ് അവിടെ ഇട്ടിട്ട് അത് ഉപേക്ഷിച്ച് ഇനി അത് പ്രവർത്തനയോഗ്യമല്ല. അപ്പൊ അതിന്റെ ഇപ്പുറത്തുനിന്നൊരു ഞരമ്പ് കട്ട്, എവിടെയാണോ ബ്ലോക്ക് വരുന്നത് അതിന്റെ ഇപ്പുറത്തുനിന്ന് കട്ട് ചെയ്തിട്ട് ആർട്ടറിലേക്ക് ഒരു ഞരമ്പാണ് കൊടുക്കണം. ഇതാ ബൈപ്പാസ്. എവിടുന്നേ ഞരമ്പ് കിട്ടി? ഇത് കൊടുക്കാനുള്ള ഞരമ്പ് എവിടുന്നാ കിട്ടിയത്? ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞ് അവന്റെ ശരീരം പരിശോധിച്ചാൽ അവന്റെ 3-4 സ്ഥലത്ത് കീറി പൊളിച്ചിട്ടുണ്ടാവും. എവിടെ? ഒന്ന് നെഞ്ചിൽ തന്നെ. പക്ഷെ അത് നമുക്ക് അറിയാൻ കഴിയൂല, കാരണം ഹാർട്ട് പൊളിച്ചിട്ട് പണിയെടുക്കണത് നെഞ്ചാണല്ലോ. അവിടെ തന്നെ. അല്ലെങ്കിൽ അവന്റെ കാലുമേൽ കീറിയിട്ടുണ്ടാവും. ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞവർ തന്റെ കാല് നോക്ക് കീറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവന്റെ കൈ കീറിയിട്ടുണ്ടാവും. എന്താ കാരണം? ആ ശരീരത്തിന്റെ എവിടുന്നെങ്കിലും ഒരുത്തോടുന്ന ഞരമ്പ് എടുത്തിട്ട് ഇവിടുന്ന് കിട്ടാൽ ഈ ഞരമ്പ് ഇവിടുന്ന് പോയതിന്റെ ദുരന്തം ഈ കൈ അനുഭവിക്കൂലേ? ഈ കാലുമെന്നൊരു ഞരമ്പ് എടുത്തിട്ട് ഇവിടെ ഇട്ട് കൊടുത്താൽ ഈ ഞരമ്പിന്റെ പ്രവർത്തനം ക്ഷതിച്ചില്ല, ബുദ്ധിമുട്ടായില്ലേ? അതിന്റെ ദുരന്തം കാലനുഭവിക്കൂലേ? അപ്പൊ എവിടുന്ന് ഇവർക്ക് ഈ ഞരമ്പ് കിട്ടി? അല്ലാഹു തആല ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ചെയ്ത അനുഗ്രഹമാണ്. ഒരു തുള്ളി രക്തം പോലും പ്രവേശിക്കാത്ത ശുദ്ധമായ പ്യൂർ ഞരമ്പ് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. ഇന്ന് വരെ അതിന്റെ ഉള്ളിലേക്ക് ഒരു തുള്ളി ബ്ലഡ് കയറിയിട്ടില്ല. ആവശ്യം വരുമ്പോ മുറിച്ച് ഇട്ടുകൊടുത്തോ എന്നതിന്റെ അർത്ഥം. അങ്ങനത്തെ ഞരമ്പ് 3 സ്ഥലത്താണ് വൈദ്യശാസ്ത്രം കണ്ടെത്തിയത്. ഒന്ന് നെഞ്ചിൽ തന്നെ, അതാ ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷെ അത് എടുക്കൽ സങ്കീർണമാണ്, ഫിറ്റ് ചെയ്തു കൊടുക്കലും സങ്കീർണമാണ്. ഹാർട്ട് പൊളിച്ച് പണിയെടുക്കുമ്പോ വേറെ ഒരു കൂട്ടരും നെഞ്ചിൽ നിന്ന് ആ ഞരമ്പ് വെറുതെ കിടക്കണ, എക്സ്ട്രാ കിടക്കണ കുറച്ച് ഞരമ്പുണ്ട്. ആ ഞരമ്പ് എടുത്തത് കൊണ്ട് ഒരു കംപ്ലൈന്റും വരാനില്ല. പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഞരമ്പ് എടുത്തിട്ടിട്ടാൽ ആ ഞരമ്പ് എടുത്ത സ്ഥലത്ത് അതിന്റെ ക്ഷതം സംഭവിക്കും, അതിന്റെ ബുദ്ധിമുട്ട് അറിയും, അതിന്റെ ബുദ്ധിമുട്ട് ആ കയ്യോ കാലോ അറിയും. ഇത് ഒരു കംപ്ലൈന്റും ഇല്ല. അല്ലാഹു തആല ഇട്ടുകൊടുത്തിരിക്കുന്ന ഈ ഞരമ്പ് ഒന്ന് കാലിലാണ്, ഒന്ന് കയ്യിലാണ്, ഒന്ന് നെഞ്ചിലാണ്. ഇത് എക്സ്ട്രാ കിടക്കുക, എക്സ്ട്രാ ഫിറ്റിങ്സുകളാണ്. ഇതെടുത്തിട്ട് ബൈപ്പാസ് ഇട്ട് കൊടുത്ത് അള്ളാനെ മറക്കാൻ പറ്റുമോ? പടച്ചറബ് സൃഷ്ടിച്ചിട്ട് കൊടുത്തിട്ടില്ലേ? നമ്മളൊക്കെ ശരീരത്തിൽ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടില്ലേ? വൈദ്യശാസ്ത്രത്തിനെയാണോ വൈദ്യശാസ്ത്രത്തിന് കുറ്റം പറയല്ല ഞാൻ. അള്ളാനെ മറക്കരുത്. ഇതിനൊക്കെ മേൽനോട്ടക്കാരൻ അള്ളാഹു ഈ പണിയൊക്കെ ഒപ്പിച്ചിട്ടായി മനുഷ്യനെ ഇങ്ങോട്ട് വിട്ടുകൊടുത്തിരിക്കണത്. നമ്മളിനി ബാക്കി പണിയെടുത്തു കൊടുക്കണേ ഉള്ളൂ. ഇത് സംവിധാനിച്ച് സൃഷ്ടിച്ച് പരിപാലിക്കണ റബ്ബിനെ ഓഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. ഒരുത്തൻ അവന്റെ ശരീരത്തെ പറ്റി പഠിച്ചാൽ അള്ളാനെ പഠിച്ചു. ശരീരത്തെ പറ്റി പഠിച്ചു തീരൂല, അള്ളാനെ പറ്റി പഠിച്ചു തീരൂല. ഒരാൾ ശരീരം പഠിച്ചു തീർക്കാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയൂല. അപ്പൊ അള്ളാനെ പറ്റി പഠിച്ചു തീർക്കാൻ കഴിയൂല.
അത്രയും വലിയ അല്ലാഹു സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, സുബ്ഹാന റബ്ബി തആല, അല്ലാഹു വലിയവൻ തന്നെ, അല്ലാഹു അക്ബറാൻ. അതിലൊക്കെ വലുപ്പത്തിനെ മനസ്സിലാക്കി അവൻ ചെയ്തു തന്ന പണികൾ ഡോക്ടർമാർ ചെയ്യുന്നു. ആരെയാണ് നമ്മൾ അവലംബിക്കുന്നത്? ഡോക്ടർമാരെ അവലംബിക്കുന്നു. അള്ളാനെയോ? അള്ളാനെ ഓർക്കുക പോലും ചെയ്യുന്നില്ല. ഈ അനുഗ്രഹങ്ങളൊക്കെ തന്ന റബ്ബിനെ ഓർക്കുക പോലും ചെയ്യുന്നില്ല. ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്ത ഒരു ഡോക്ടറോട് നന്ദി കാണിക്കുന്നവൻ, അള്ളാഹു ഇതിന് സൃഷ്ടിച്ച് പരിപാലിച്ച് ഇന്നുവരെ കേടുകൂടാതെ സംരക്ഷിച്ച നാഥനായ റബ്ബിനെ ആ മനുഷ്യൻ ഓർക്കുകയേ ചെയ്യുന്നില്ല. ഇത്രയും കാലം കേടുകൂടാതെ സൂക്ഷിച്ചില്ലേ? ഇപ്പോൾ അള്ളാഹ് സൃഷ്ടിച്ചു വെച്ച ഞരമ്പെടുത്തിട്ട് അപ്പുറത്തേക്ക് ഇട്ടുകൊടുത്തിട്ടും ഇനിയും അള്ളാഹു പ്രവർത്തിപ്പിച്ചു തന്നു. ആ അള്ളാനെ ഒരു ഓർമ്മയില്ല. ഈ ഡോക്ടർ കൽപ്പിച്ചത് എന്തോ നമ്മൾ ചെയ്യും. ഇനി അറ്റാക്ക് വരാതിരിക്കണമെങ്കിൽ ഈ വകപ്പണികളൊക്കെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ ചെയ്യുകയും ചെയ്യും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ വൈദ്യശാസ്ത്രത്തിൽ അവലംബിക്കേണ്ട ഒരു പരിധി വരെ അവലംബിക്കാവൂ. അതിനെ കുറ്റപ്പെടുത്തല്ല, ആക്ഷേപിക്കാനും പാടില്ല. അതൊക്കെ ഇവിടെ ആവശ്യമാണ്, അള്ളാന്റെ സംവിധാനമാണ്. പക്ഷെ അന്തിമമല്ല, പരമമല്ല. അതപ്പുറം വേറൊരുത്തരുണ്ട് എന്നുള്ള ചിന്ത വേണം. കാലിന്റെ വിരല് പഴുത്താൽ മുറിച്ചിടൽ ശിഫയല്ല. ആ ശിഫ എവിടെ പിന്നെ ശിഫ? ശിഫന്റെ കൊലമാണ് ഇവിടെ മുടിക്കൽ ആലുവ അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു, അല്ലാഹു അവരെ നമ്മുടെ സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിച്ചു. അലാ അലിയിൽ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഞങ്ങളെ നാട്ടിൽ ചെറുപ്പത്തിലൊക്കെ വളരെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. വഫാത്തായിട്ട് തന്നെ 40 കൊല്ലമായി കാണും. മഹാനവറുകൾ ചെറുപ്പത്തിൽ ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു മുഹമ്മദ് കണ്ട് അവരെ ഒരു ചായക്കടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ചായക്കട ഇപ്പോഴും അവിടെ ഉണ്ട്. ആ ചായക്കട നടത്തിയ ആളും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ആലുവ ഇങ്ങനെ നടന്നു പോവാൻ, ആലുവായ അബൂബക്കർ മുസ്ലിയാർ എന്നുള്ള പേരിലാണ് ഞങ്ങളെ നാട്ടിൽ അറിയപ്പെടുക, നടന്നു പോവാൻ. അപ്പം ഈ ചായക്കട നടത്തുന്ന ഇയാൾ പറഞ്ഞ്, മൊമുക്ക ഇപ്പോൾ പോയി പറഞ്ഞോളി, നിങ്ങളെ സോക്കട് മാറും, നിങ്ങളെ ഷുഗർ മാറും, പ്രമേഹത്തിന്റെ അസുഖമല്ലേ. ശരിയാണ്. ഓടിച്ചെന്ന് ഈ മുഹമ്മദ് ഓടിച്ചെന്നിട്ട് ആലുവായിന്റെ പിന്നാലെ അബൂബക്കർ മുസ്ലിയാരെ പിന്നാലെ ഇങ്ങനെ മൂലിയർ പാപ്പാന്റെ പിന്നാലെ ഇങ്ങനെ നടന്നുപോയി. പെട്ടെന്ന് പറയാൻ പാടില്ല. അങ്ങനെ പോയിട്ട് തിരിഞ്ഞു നോക്കുമ്പോ എന്തിനാ പോകുന്നു വെച്ചുമ്പോഴേ പറയാൻ പാടുന്നു. അങ്ങനെ തന്നെ അതബ്. പിന്നാലെ ചെന്ന് തോണ്ടിട്ട് ഉസ്താദെ നിങ്ങളെ കണ്ട, അതൊന്നും അതബല്ല. ഉസ്താദിനോട് പെരുമാറുണ്ട്. അതിനൊക്കെ കുറച്ച് താമസം ഉണ്ടാവും. നമ്മൾ പെട്ടെന്ന് കാര്യം കഴിച്ചു വിടണമെന്ന് വിചാരിച്ചാൽ കുറച്ച് പിന്നാലെ നടക്കേണ്ടി വരും. ചിലപ്പോൾ ഇവിടെ നിന്ന് ടൗൺ വരെ പോകേണ്ടി വരും ഉസ്താദിന്റെ പിന്നാലെ. അപ്പോഴേ ഉസ്താദ് ചോദിക്കുള്ളൂ ഇപ്പം എന്തിനാ പോകുന്നു, അപ്പോഴേ പറയാൻ പാടുള്ളൂ. നമ്മൾ ഗേറ്റിങ്ങൊക്കെ ഉണ്ട് കടന്നു വരിക, ബൈക്കുമ്പോൾ തന്നെ ഇരുന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് അറിയാം ഉസ്താദിനോട് ചോദിക്കാറില്ല. ചോദിക്കുക, ഉസ്താദ് അവിടെ നിന്നിട്ട് മറുപടി പറഞ്ഞു തരാം. നമുക്കൊരു 5 മിനിറ്റ് ഉസ്താദിന്റെ പിന്നാലെ പോയിക്കൂടാ. അതബില്ല. അതന്നെയാണ് ഇതൊക്കെ ഗുരുതം കിട്ടുപോയത്. അഥവാ ഏറ്റവും മുറാഅത്തുൽ ആദാബി മുഖദ്ദമത്തുൻ അലാ റിആയത്തിൽ അഹ്കാം, ശറഇന്റെ ഒരു സുന്നത്ത് പാലിക്കുന്നതിലും വലുത് അദബ് പാലിക്കലാണ്. അതൊക്കെ പറയുമ്പോൾ പിന്നെ ഇങ്ങനെ വിഷയം വേറെ പല വൈക്കും റൂട്ടിൽ തിരിഞ്ഞു പോകും. ആലുവ ഇങ്ങനെ പോണ സമയത്ത് പിന്നാലെ ചെന്ന് കുറേ അങ്ങ് നടന്നു ചെന്നപ്പോൾ തിരിഞ്ഞു നോക്കി, എന്തിനാ പോന്നു? അപ്പൊ പറഞ്ഞു, എൻ്റെ ഷുഗർ കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ഇടങ്ങാറായി, സഹിക്കാനാണ് മൂല്യര് പപ്പ. അപ്പം കണ്ടതിനെ തിരിച്ചു വന്നിട്ട് ഈ ഹോട്ടലിൽ കയറിയത്. ഭാവനാ കഥ പറയല്ല, ഉണ്ടായ യാഥാർത്ഥ്യത അനുഭവിച്ച മനുഷ്യന്മാരൊന്നും ജീവിച്ചിരിപ്പുണ്ട്. 40 കൊല്ലമായി. അങ്ങനെ അയാൾ മഹാൻ കയറി വന്നിട്ട് അവിടെ ഇരുന്നിട്ട് 2 ഗ്ലാസ് പഞ്ചസാര കൊണ്ടുവരാറ്. അപ്പൊ അന്ന് ചായ കിട്ടുന്ന, ഇന്ന് ജ്യൂസ് കിട്ടുന്ന ഗ്ലാസ്, സർവത്തൊക്കെ കിട്ടുന്ന ഗ്ലാസ്സിലാ അന്ന് ചായ കിട്ടുക. ഇന്നിപ്പോ ഒരു ഇത്ര പോലെ ഫത്തുഹുൽ പറഞ്ഞ മാതിരി കിഫായത്തിന്റെ കതിരുണ്ടെങ്കിൽ ഹോട്ടലിൽ നിന്ന് ചായ കുടിക്കുമ്പോ ഗ്ലാസ് പൊട്ടിയാ പൈസ കൊടുക്കടാ. ഇവിടെ ഹോട്ടൽ നടത്തുന്ന ആരെങ്കിലും ഉണ്ടോ? സംഗതി ബുദ്ധിമുട്ടാ മസല പറഞ്ഞാൽ. കിഫായത്തിന്റെ കതിരുണ്ടെങ്കിൽ കൊടുക്കണമെന്നാണ്, ഇല്ലെങ്കിൽ കൊടുക്കണ്ടെന്ന്. ആകെത്ര പോകുന്നൊരു ചെറിയ കുറ്റി ഗ്ലാസ്സിലാ കിട്ടുക. അണ്ണാക്ക് നനയാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 10 റുപ്യന്റെ ഒരു ചായക്ക്. അങ്ങനെയായി ചുരുങ്ങി. പക്ഷെ മുമ്പ് അങ്ങനല്ല. മുമ്പ് ഇന്ന് ജ്യൂസ് കിട്ടുന്ന ഗ്ലാസ്സിൽ, സർവത്ത് കിട്ടുന്ന ഗ്ലാസ്സിൽ അന്ന് ചായ കിട്ടുക. അതിന് 1 പൈസ 2 പൈസയൊക്കെയാണ്. ഇത് കൊടുത്താൽ ഇഷ്ടം പോലെ 10 പൈസ കൊടുത്താൽ 2 കുറ്റി പുട്ടും കിട്ടും, ഒരു വലിയ ഗ്ലാസ് ചായയും കിട്ടും. 10 പൈസക്ക് ഞാൻ വാങ്ങി കുടിച്ചിട്ടുണ്ട് ഒരുപാട്. വീട്ടിൽ മദ്രസക്കൊക്കെ പോകുമ്പോൾ രാവിലെ ചിലപ്പോൾ പെട്ടെന്ന് അന്ന് അത് വലുതാണ്. അന്നത്തെ കാലത്ത് അത് വലുതാണ്. ഇത് 2 ഗ്ലാസ് പഞ്ചസാര കൊണ്ടുവരാൻ പറഞ്ഞു.
2 പഴുത്ത ഏത്തക്കയും എടുത്തോന്നു. 2 പഴുത്ത ഏത്തക്കയും ഈ പഞ്ചസാരയും കൂടിയാണ് കൂട്ടി കുത്തി കുടച്ചാണ് നിർത്താൻ തിന്നാളാറ്. അപ്പം ഈ മുഹമ്മദ് പറഞ്ഞു, പടച്ചോനെ പഞ്ചസാര തുടരുത് നിന്നോട് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പഞ്ചസാര. ആലുവായ പോക്കർ തിന്നാനാ പറഞ്ഞത്, തിന്നാളാർ. അവിടെ ഇരുന്നാണ് തിന്നുവാ മുഹമ്മദ്. 82 വയസ്സിൽ 2-3 വർഷം മുമ്പ് ആ മനുഷ്യൻ മരണപ്പെട്ടു. മലപ്പുറത്ത് കോഡൂരിന് സമീപം. അവിടെയാണെന്ന് മലപ്പുറം ജില്ലാ SYSന്റെ സെക്രട്ടറി മുസ്തഫ മാഷ് കോഡൂര് അദ്ദേഹത്തിന്റെ അയൽവാസിയാണ്. നേരിട്ട് കാണുമ്പോൾ ചോദിച്ചാലറിയാം. ആലുവായ ബുക്കർ മുസ്ലിം, ഇതാടോ ഷിഫ? ഒരു മരുന്ന് ആ മനുഷ്യൻ കഴിക്കേണ്ടി വന്നിട്ടില്ല മരിക്കണത് വരെ. ഇതിനാ ഷിഫ എന്ന് പറയാ. കല്യാണപ്പന്തലിൽ ഇങ്ങനെ പോയി നിന്നിട്ട് ബിരിയാണി എല്ലാവരും തിന്നുമ്പോ നമ്മൾ ബിരിയാണി തിന്നാൽ തല കറങ്ങും, വീണുപോകും, കൊളസ്ട്രോൾ ആണ്, തിന്നാൻ പാടില്ല. ഡോക്ടറെ എത്തി വന്നിട്ട് എന്ത് പറഞ്ഞു? എനിക്ക് ബിരിയാണി നെയ്ച്ചോറും തിന്നാൻ വയ്യ. എന്തേ? ബിരിയാണി നെയ്ച്ചോറും തിന്നാൽ തല കറക്കം വരാണ്. എന്നാ ഈ ബിരിയാണി തിന്നണ്ട, കൊളസ്ട്രോൾ വരും. എത്ര എണ്ണം മനുഷ്യന്മാര് ബിരിയാണി തിന്നാത്തുണ്ട്. എന്തേ? ഡോക്ടർ പറഞ്ഞിട്ട് തിന്നണ്ട, എന്താ അസുഖം? കൊളസ്ട്രോൾ ആണ്. കൊളസ്ട്രോൾ ആണ്, ബിരിയാണി തിന്നാ തല കറക്കം വരും എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ എന്ത് പറഞ്ഞു? എന്താ ബിരിയാണി തിന്നണ്ടായിരുന്നു? ഇതാ ഷിഫ? ഇതിന് ഷിഫ എന്നാ പറയാ? അതിന് ഷിഫ എന്ന് പറയരുത്, വേറെ പേര് പറയണമെന്ന് ഞാൻ പറഞ്ഞു. അല്ല, ഡോക്ടർ പറഞ്ഞതിനെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഈ ഡോക്ടർമാർക്ക് നമുക്ക് ആവശ്യമാണ്. ഞാൻ സമൂഹത്തിന് അവര് ആക്ഷേപിച്ചല്ലേ ഈ പറയണത്. ഷിഫ എന്നതിനെ പറ്റി പറയരുത്. രോഗത്തിന്റെ ഷിഫക്ക് ഡോക്ടർമാരെ മാത്രം അവലംബിക്കുന്നവർ മറുപടി പറയൂ. ഒരു ഡോക്ടറെ എത്തി എന്നിട്ട് പറയാണ്, എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്, നെയ്ച്ചോറ് തിന്നാൽ തലകറക്കം വരികയാണ്, വയറ് വീർക്കുകയാണ്, പരിപ്പാട തിന്നാ വയറ് വീർക്കുകയാണ്, എന്നാ പരിപ്പാട തിന്നണ്ടാ അറിയാം. ഉരുളങ്കേങ്ങ് തിന്നാ ഗ്യാസ് വരികയാണ്, എന്നാ ഗ്യാസ് തിന്നണ്ടാ അറിയാം. എത്ര മനുഷ്യന്മാർക്ക് കിഴങ്ങ് വർഗം തിന്നാൻ വയ്യ, പത്തിരി തിന്നാൻ വയ്യ, പഞ്ചസാര തിന്നാൻ വയ്യ, രാത്രി ചോറ് തിന്നാൻ വയ്യ, ചപ്പാത്തി മാത്രമേ തിന്നാൻ പറ്റൂ. എന്ത്? ഡോക്ടറൊക്കെ വിലങ്ങി. എന്താ? അത് തിന്നാൽ അസുഖമുണ്ടാകുന്നു, അതിന്റെ പരിഹാരം അത് തിന്നാതക്കലാണോ? അല്ല. പിന്നെന്താ പരിഹാരം? അത് തിന്നണം, തിന്നിട്ടുണ്ടാകുന്ന പ്രത്യാഘാതം ഇല്ലാതെയാവുകയും വേണം. ഞാന് എന്റെ ജീവിതത്തിൽ ഒരു അനുഭവമുണ്ട്. എന്റെ ഈ കാല്, ഇടത് കാലിന്റെ ഞെരിയാണി മുതൽ കാൽ മുട്ട് വരെ കറുത്ത് കട്ടിയായി കിടക്കുന്ന ഒരു അസുഖമുണ്ടായിരുന്നു. ചൊറി പിടിച്ചിട്ട് രക്തവും ചലവും ഇങ്ങനെ ഒലിക്കാണ്. നാറിയിട്ട് അവിടെ നിൽക്കാൻ കഴിയൂല. എൻ്റെ ഉമ്മ വല്ലാതെ കഷ്ടപ്പെട്ടു. എനിക്ക് 4 വയസ്സ് പ്രായം. ഉമ്മ വല്ലാതെ കഷ്ടപ്പെട്ടു. ഇത് ചൊറിഞ്ഞിട്ടും നീരൊലിച്ചിട്ടും വേദനിച്ചിട്ടും അതിന്റെ നാറ്റവും. മുറ്റത്തൊരാൾ വന്നാൽ വീട്ടിനകത്തിരിക്കുന്ന എൻ്റെ കാലിന്റെ മുറിവിന്റെ ചലത്തിന്റെ മണം പുറത്തേക്ക് വരും. ഞാൻ താമസിക്കുന്നത് എവിടെ? ആയുർവേദത്തിന്റെ ഈറ്റില്ലമെന്ന് അഭിമാനപൂർവ്വം പറയുന്ന കോട്ടക്കൽ ആയുർവേദശാലന്റെ അയൽവാസിയാണ് ഞാൻ. കോട്ടക്കൽ ടൗണിന്റെ ഒരു ഭാഗമാണ് ആട്ടീരി. അത് അന്ന് കുഗ്രാമമാണ്, ഇന്ന് പട്ടണത്തോട് ചേർന്നു ഇങ്ങനെ വികസിച്ചു വന്ന് ടൗണിനോട് ചേർന്നു. ആട്ടീരി എന്ന ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെയാണ് ഞാൻ ജീവിക്കുന്നത്. കോട്ടക്കൽ ആയുർവേദശാലയിൽ എന്നെ ചികിത്സിച്ചത് അന്ന് ഇന്ത്യൻ പ്രസിഡന്റ് VV ഗിരിയെ ചികിത്സിച്ച ശങ്കർ ഡോക്ടറാണ് എന്നെയും ചികിത്സിക്കണത്. വലിയ പ്രഗത്ഭനായ ആള്. അതുകൊണ്ടാ ഡൽഹിയിൽ നിന്ന് ഇന്ത്യൻ പ്രസിഡന്റ് കോട്ടക്കൽക്ക് ചികിത്സക്ക് വരുന്നത്. അന്ന് എന്നെ ചികിത്സിച്ച PK വാര്യർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ഈ അടുത്ത ആളെ കണ്ടിരുന്നു. അവർ 2 പേരും പറഞ്ഞു, ഈ ശങ്കരൻ വൈദ്യരും പറഞ്ഞു, ഈ PK വാര്യരും പറഞ്ഞു, ഇന്ന് കോട്ടക്കൽ ആയുർവേദശാലന്റെ മാനേജിംഗ് ട്രസ്റ്റി. അയാൾ പറഞ്ഞു, ഈ കാല് മുറിക്കല്ലാതെ ഞാൻ പരിഹാരമല്ല. ചലവും രക്തവും ഇങ്ങനെ ഒലിക്കാണ്, കട്ടി പിടിച്ചിങ്ങനെ കിടക്കുകയാണ്, മന്തുള്ള കാല് പോലെ കട്ടിയായിട്ട് കിടക്കുകയാണ്. ഇവർ 2 പേരും പറഞ്ഞു മുറിക്കണം എന്ന് പറഞ്ഞു. ആയുർവേദം കൈയൊഴിച്ചു. മുറിക്കാനാ തീരുമാനം. എൻ്റെ വാപ്പ എന്നെ കൊണ്ടുപോയി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മാസങ്ങളോളം ചികിത്സിച്ചു. ഈ രോഗം കാൽമുട്ടിന്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. അവരും പറഞ്ഞു, ഇനി മുറിക്കല്ലാതെ പറഞ്ഞാറ്. എന്റെ അനുഭവം പറഞ്ഞു, കാൽമുട്ടിന്റെ മീതക്ക് ഈ രോഗം വരുന്നു, അവിടെ മുറിക്കാൻ തീരുമാനിച്ചു. ഇനി മുറിക്കുക തന്നെ തീരുമാനാക്കി. നാളെ രാവിലെ മുറിക്കാൻ കൊണ്ടുപോകണം. അന്നൊക്കെ കാല് മുറിക്കാൻ ഒരു സംഭവമാണ്. ഇന്നത് സാർവത്രികമാണ്, ആർക്കൊരു പ്രശ്നമല്ല. അന്നത്തെ കാലത്ത് പെട്ടെന്ന് ഒരാൾ മരിക്കുക, കയ്യിന്റെ വിരല് മുറിക്കുക, ഇതൊക്കെ വലിയ സംഭവമാണ്, ഒരു അത്ഭുത സംഭവമാണ്. എന്റെ കാല് മുറിക്കാൻ കൊണ്ടുപോകാന്ന് കണ്ടപ്പോൾ കുടുംബക്കാര് മുഴുവനും ഒരുമിച്ച് കൂടി. പാപ്പാന്റെ അനുജന്മാര്, ചേട്ടന്മാര്, പെങ്ങന്മാര്, കുടുംബങ്ങള്, അമ്മായിയാളും മക്കളും ഒക്കെ കൂടി. ഒരു സങ്കടകരമായ അവസ്ഥ വീട്ടില്. കുട്ടികളൊക്കെ മുറ്റത്ത് തുള്ളിച്ചാടി കളിക്കുന്നു, അവർക്ക് വല്ലതും അറിയോ? അപ്പോഴാണ് ബഹുമാനപ്പെട്ട തേനുല്ലിരുപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന കൂരിയാട് സൈനുദ്ദീൻ മുസ്ലിയാർ എന്ന തേനുല്ലിരുപ്പാപ്പ
അള്ളാഹു അവരെ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. അവരുടെ ആഖിറത്തിന്റെ ദർജ അലാ അലിയീനിൽ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. തേനുല്ലൂർ പാപ്പാന്റെ അടുത്താണ് എൻ്റെ മൂത്താപ്പ ദർസിൽ ഓതിയിരുന്നു. എൻ്റെ വാപ്പയും തേനുല്ലൂർ പാപ്പാന്റെ അടുത്ത് ഓതിയിരുന്നു. മമ്പറം ഖത്തീബ് ഒരുപാട് കാലം 90 കൊല്ലത്തോളം മമ്പറം പള്ളിയിൽ സലാത്തിന് നേതൃത്വവും ഖുതുബയും നിർവഹിച്ചിരുന്ന എൻ്റെ വാപ്പാന്റെ ഷഖീഖായാക്ക് മൂപ്പരടുത്ത് ഓതിയിരുന്നു, തേനുല്ലൂർ പാപ്പാൻ്റെ അടുത്ത്. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ ഇടക്കിടക്ക് വരും. തേനുല്ലൂർ പാപ്പ വന്നപ്പോൾ കുട്ടികളാ മുറ്റത്ത് കിടന്ന് ഇങ്ങനെ ചാടിക്കളിക്കും. എന്താ തങ്ങളെ കല്യാണം ഉണ്ടോ? കുട്ടികളൊക്കെ വന്നിട്ടുണ്ടല്ലോ. കല്യാണമൊന്നുമല്ല മൗലവി പാപ്പ, ഈ കുട്ടിന്റെ കാല് മുറിക്കാൻ കൊണ്ടുപോകുന്ന ആള്. ഏത് കുട്ടിന്റെ? എൻ്റെ വാപ്പാന്റെ പേര് പറഞ്ഞിട്ട് ആ കുട്ടിയെ. എവിടെയാ കുട്ടി? എൻ്റെ വാപ്പ എന്നെ താങ്ങി പിടിച്ചിട്ട് തേനുല്ലൂർ പാപ്പാന്റെ മുമ്പിൽ കൊണ്ടുപോയി കിടത്തി. തേനുല്ലൂർ പാപ്പ അവിടെ ഇരുന്നിട്ടാണ് മന്ദിരിച്ച് ഊതിയിട്ട് ഇങ്ങനെ തുപ്പി. ഉമുനീരൊന്നും വരാത്ത തബറുക്കന്റെ ഒരു തുപ്പല് തുപ്പി. ഈ കുട്ടിന്റെ കാല് മുറിക്കൊന്നും വേണ്ട, അതാണ് മാറിക്കോളും. പിറ്റേ ദിവസം മുറി ഉണങ്ങാൻ തുടങ്ങി. ആ കാലാണിത്. ഇതല്ലാത്തൊരു ചികിത്സയും ആ കാലിന് ചെയ്തിട്ടില്ല. അലോപ്പതി ലോകവും ആയുർവേദ ലോകവും എന്റെ ഈ കാല് മുറിക്കാൻ തീരുമാനിച്ച കാലാണ്. 38 കൊല്ലം ഞാൻ വഅദ് പറഞ്ഞു. ഇപ്പൊ ഇരുന്നത് നോക്കണ്ട. ഇപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ടുള്ള ഒരു ക്ഷീണം കൊണ്ടിരുന്നു എന്നുള്ളൂ. ഇത്രയും കാലം ഇരുന്നല്ല വഅദ് പറഞ്ഞത്, നിന്ന് തന്നെ വഅദ് പറഞ്ഞത്. ഒരു സുഖവുമില്ല. 1 രൂപയുടെ ഗുളിക ഈ കാലിനും ആ മുറിക്കും വേണ്ടി ഇന്ന് വരെ ഞാൻ കഴിച്ചിട്ടുമില്ല. പക്ഷെ അതിന്റെ അസറ അവിടെ ബാക്കിയുണ്ട്. വല്ലപ്പോഴും ഒരു ചൊറിച്ചിൽ വരും. അതിങ്ങോട്ട് ചൊറിഞ്ഞിട്ട് രക്തം പൊടിഞ്ഞാൽ മതി, അത് നിൽക്കുകയും ചെയ്യും. പല ഡോക്ടർമാർക്കും ഞാൻ കാണിച്ചു കൊടുത്തിരുന്നു. അവരൊക്കെ പറഞ്ഞ മറുപടി അത് അവിടെ നോട്ടേതാണ്. ഈ സംഭവം ഒന്നും ഓലാരും അറിയില്ല. ഈ അടുത്ത് വരെ ഞാനൊരു ഡോക്ടറെ കാണിച്ച അത് അവിടെ നോട്ടേ. അതിലപ്പുറം പോലൊന്നും അറിയില്ല, മരുന്നും തരൂല. ഞാൻ ഹായിബായിട്ട് തിരിച്ചു പോരും. പിന്നെ ഞാൻ അപ്പൊ കാണിച്ചു കൊടുക്കലുമില്ല. ഇതാടോ ശിഫ? ഇതാണ് ശിഫ. എന്തുകൊണ്ടേ സംഭവിച്ചത്? ആധുനിക യുഗമേ എത്ര പുരോഗമിച്ചാലും, ഭൗതിക ലോകം പുരോഗമിച്ചാലും വൈദ്യശാസ്ത്ര രംഗത്ത് മുറിവുള്ള ഭാഗം മുറിച്ചു കളയാനേ സാധിക്കുകയുള്ളൂ. പഞ്ചസാര തിന്നവന് രോഗം വരുമെന്ന് പറഞ്ഞാൽ പഞ്ചസാര തിന്നണ്ടെന്ന് പറയാനേ കഴിയൂ. കൊളസ്ട്രോൾ ഉള്ള നെയ്ച്ചോറ് തിന്നാൽ തലകറങ്ങുന്ന ഒരാൾക്ക്, ബിരിയാണി തിന്നാൽ വയറ് വീർക്കുന്ന അസ്വസ്ഥതയുള്ള ഒരാൾക്ക് തിന്നണ്ടെന്ന് പറഞ്ഞു നിർത്താനേ കഴിയുന്നുള്ളൂ. എന്നാൽ ആത്മീയമായ സ്വാലിഹീങ്ങൾ, ഔലിയാക്കന്മാർ, മഹാന്മാർ അവരാണ് പറയുന്നത്. അതാണ് യഥാർത്ഥ ശിഫ. അവിടെയാണ് പ്രശ്നത്തിന്റെ പരിഹാരം. നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരം ആത്മീയ മജ്ലിസുകൾ, ആത്മീയ നേതാക്കന്മാർ, ആത്മീയ സ്വാലിഹീങ്ങൾ അവരാണ്. അതാണ് വിഷയത്തിന്റെ പരിഹാരം. അതാണ് ഈ റാത്തീബുകളും ഈ ജലാരിയത്തുകളും ഈ റാത്തീബുകളും ഈ ദിക്റുകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ റാത്തീബിന്റെ മജ്ലിസിൽ ദുആയിരുന്നു. നേരത്തെ ബാക്കവി ഉസ്താദ് പറഞ്ഞു, ഞാൻ നിർത്തുകയാണ്, ഈ കൂട്ടി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. റാത്തീബിന്റെ മജ്ലിസിൽ ദുആയിരുന്നു. ഒരുപാട് കാലം ഗർഭമില്ലാത്ത ഒരു സ്ത്രീ ഗർഭം ധരിച്ചു. കണ്ടോ, വൈദ്യശാസ്ത്രത്തിന് കൊടുക്കാൻ കഴിയാത്ത ദിക്റിന്റെ മജ്ലിസിൽ ദുആയിരുന്നിട്ട് ആത്മീയ ദുആകളെ കൊണ്ട്, ആത്മീയ മജ്ലിസുകളെ കൊണ്ട്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ലോകം കലുഷിതമായ അന്തരീക്ഷത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വർഗീയ പ്രശ്നങ്ങളും കലഹങ്ങളും ലഹളകളും രോഗങ്ങളും പിടിച്ചുപറികളും കൊലപാതകങ്ങളും. പത്രമൊന്ന് എടുത്തിട്ടൊരു ചുവപ്പ് മഷിയുമായി പേനയുമായിരുന്നാൽ ഇന്നത്തെ പത്രത്തിൽ എത്ര കൊലപാതകത്തിന്റെ റിപ്പോർട്ടൊന്ന് എണ്ണി നോക്കിയാൽ ഡസൻ കണക്കിനുണ്ടാകും. വയക്സുറുൽ ഖത്ലു, കൊലപെരുക്കും വർദ്ധിച്ചു വന്നു. ഈ നിലക്ക് വർദ്ധിച്ചു വരുമ്പോ നമ്മുടെ വിഷയത്തിന്റെ പരിഹാരം അലാ അറിയണം ബിദിക്രില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തത്മഇന്നുൽ ഖുലൂബ്, ഖൽബിന് ശാന്തി സമാധാനം ലഭിക്കും. മഹാന്മാര് പറഞ്ഞ ഒരർത്ഥം അതാണ്. ദലായിലുൽ ഖൈറാത്തിന്റെ ആമുഖത്തിൽ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കഴിഞ്ഞാൽ 200 പേര് നബിതങ്ങളുടെ പേര് പറയുന്നുണ്ട്. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദുൻ ഹാമിദുൻ മഹ്മൂദുൻ വഹീദുൻ ഹാസിറുൻ മുസമ്മിലുൻ മുദ്ദത്തിറുൻ. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതിൽ കാണാം ദിക്റുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, സൈഫുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദിയത്തുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, സിറാത്തുൽ മുസ്തഖീം. റസൂലുള്ളാഹി തങ്ങളുടെ പേരാ ദിക്റുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അലാ അറിയണം ബിദിക്രില്ലാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തത്മഇന്നുൽ ഖുലൂബ്, ഖൽബിന് ശാന്തി സമാധാനം ഉണ്ടാകും.
അള്ളാഹുവിൻ്റെ റസൂലിനെ മുറുകെ പിടിക്കുക, തങ്ങളെ മേലിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക, തങ്ങളെ മൗലിദുകൾ, തങ്ങളെ സ്നേഹിക്കുക. ആ വക കാര്യങ്ങളെ കൊണ്ട് ഖൽബ് ധന്യമാക്കിയാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. രണ്ടാമത് മഹാന്മാര് പറഞ്ഞ അർത്ഥം അലാ ബിദിക്രില്ലാഹി, അള്ളാഹുവിന്റെ ദിക്റ് ചൊല്ലൽ കൊണ്ട്, അള്ളാഹുവിന്റെ സ്മരണകൾ കൊണ്ട്, അള്ളാഹുവിനെ ഓർക്കൽ കൊണ്ട്, അള്ളാഹുവിന്റെ ദിക്റ് ചെല്ലുന്നത് കൊണ്ട് ഖൽബിന് ശാന്തി സമാധാനങ്ങൾ ലഭിക്കും. ഒരുപാട് ഖുർആനുകളിലും ഹദീസുകളിലുമായി നിരവധി സംഭവങ്ങൾ അത് സംബന്ധമായി പറയപ്പെട്ടിട്ടുണ്ട്. സമയം ദീർഘിക്കുന്നത് കൊണ്ട് ഇനി അതിലേക്കൊന്നും ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചുരുക്കത്തിൽ ഭൗതിക ലോകത്ത് ഇന്ന് വരുന്നതൊന്നും മനുഷ്യന്റെ പരിഹാര മാർഗങ്ങളല്ല. യഥാർത്ഥ പരിഹാരത്തിന്റെ മാർഗം മനുഷ്യൻ തേടുന്നില്ല. അതിനോട് മനുഷ്യൻ വിമുഖത കാണിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇത്രയും നിറഞ്ഞ ഒരു മജ്ലിസ് കാണുമ്പോൾ സന്തോഷമുണ്ട്. ഇവിടെ വന്നപ്പോൾ വല്ലാത്തൊരനുഭൂതി. ഒരുപാട് ആലിമീങ്ങൾ, പ്രഗത്ഭരായ ആലിമീങ്ങൾ, വലിയ വലിയ കിതാബ് ഓതി കൊടുക്കുന്ന, വലിയ ദർസ് നടത്തുന്ന ഉലമാ, അനേകം മുതഅല്ലിമീങ്ങൾ എല്ലാം നിറഞ്ഞ ഒരു സദസ്. അതുപോലെ ബാഖവി ഉസ്താദും തന്നെ എന്നും എപ്പോഴും ഇൽമു കൊണ്ടും തദ്രീസ് കൊണ്ടും ഇൽമിന്റെ സ്ഥാപനമായും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കഴിഞ്ഞുകൂടുന്നവർ. കോടമ്പുഴ ദാറുൽ മആരിഫ് അറബി കോളേജിന്റെ പ്രധാന കണ്ണിയാണ് ബാഖവി ഉസ്താദ്. നാട്ടിലും വിദേശത്തും പോയി 24 മണിക്കൂർ സ്ഥാപനവും ദർസും അതുമായി ബന്ധപ്പെട്ട് ദീന് കൊണ്ട് ശുഗലായി നടക്കുന്നവരാണ്. അവരുടെയൊക്കെ നേതൃത്വമാണ് ഈ മജ്ലിസ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാർ, നമ്മുടെ ഈ മജ്ലിസിനെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, നമ്മുടെ ഈ മജ്ലിസിനെ ഒരു സാധാരണ ചെറിയ മജ്ലിസായി കാണാതെ അതിന്റെ ബഹുമാനവും ഹുർമത്തും ഉൾക്കൊണ്ടുകൊണ്ട് ഇത് സജീവമാക്കുകയും നമ്മളതിൽ പങ്കാളികളാവുകയും ഈ മജ്ലിസിൽ വെച്ച് എല്ലാം നേടാൻ കഴിയും എന്നത് തീർച്ചയാണ്, അനുഭവങ്ങളാണ്. നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരമായി ഈ മജ്ലിസിനെ കണ്ട് അത് നിലനിർത്തി പോരണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ് കണ്ട് സന്തോഷിക്കുമാറാവട്ടെ. ഒരുപാട് മലക്കുകളുണ്ട്. ഓരോരുത്തരുടെ കൂടെ ഈ 2 മലക്ക് മുങ്കറിന് റഖീബാത്ത് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ തന്നെ എത്ര മലക്കുകൾ ഈ സദസ്സിലുണ്ട്, വേറെയും എല്ലാമുണ്ട്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തിട്ട് നമുക്ക് പോകാം. ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാം ഈ മജ്ലിസിൽ നിന്ന് അല്ലാഹു പരിഹരിച്ചു.